ഞാൻ മലയാളിയല്ല കേട്ടോ. ഞാൻ മലയാളിയല്ല. മലയാളവുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. മലയാളികളെ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. മലയാളിയല്ല, മലയാളികളെ എനിക്കറിയാം. മലയാള ഭാഷ എളുപ്പം പഠിക്കാൻ, വളരെ സിമ്പിൾ ലാംഗ്വേജാണ് മലയാളം. മലയാളികളെ പഠിക്കാനാണ് പാട്. അവർ സിമ്പിളുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്. കർത്തൃദാസൻ ചെന്നൈയിലാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ തമിഴാണെന്ന്. ഞാൻ തമിഴുമല്ല. പ്രൈസ് ദി ലോർഡ്. തമിഴ്നാട്ടിൽ കർത്താവ് എന്നെ അയച്ചെന്നേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. എല്ലാവരും സുഖമായിരിക്കുന്നോ? സന്തോഷമായിരിക്കുന്നോ? നമ്മുടെ നാട്ടിലിപ്പം പ്രാർത്ഥന തീരുന്ന സമയമാണ്. പക്ഷേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഉപവാസ പ്രാർത്ഥന 40 ദിവസം ഉപവാസത്തിലാണ് ഞാനും. ഫുൾ ഡേ എങ്ങനെ ഇരിക്കുക. ഇന്ന് 8ാം ദിവസം. ഞാൻ ദൈവത്തോട് പറയുക, കർത്താവേ, നല്ല ആരാധനയുള്ളൊരു സഭയിൽ എന്നെ വിടണം. നനഞ്ഞ് കുതിർന്ന് പേയടിച്ച്, ഒന്നുകൂടി പറഞ്ഞാട്ടെ, നനഞ്ഞ് കുതിർന്ന് പേയടിച്ച് അങ്ങനെയുള്ളവരുടെ അടുത്ത് എന്നെ വിടല്ലേ പ്രാർത്ഥിച്ചു. ഇവിടെ വന്നപ്പം ഈ ഒരു കലത്തിലെ അരി വെന്തോന്ന് എല്ലാം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരെണ്ണത്തിനെ കാണുമ്പം തന്നെ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ചക്കൈക്കൊത്ത ചങ്കരൻ. ചക്കിക്കൊത്ത ചങ്കരൻ. ഞാൻ ആഗ്രഹിച്ചതുപോലെ രോഗി ഇച്ഛിച്ചത് വൈദ്യൻ എന്ന്, ഇതൊക്കെ ഞാൻ ഓർത്തു കേട്ടോ. നല്ല അനുഗ്രഹീതമായ ഒരു ആരാധനയിൽ എനിക്ക് പങ്കെടുപ്പാൻ ദൈവം സഹായിച്ചു. പ്രൈസ് ലോർഡ്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ഒരു ചിന്ത കാണും. എല്ലാവർക്കും വന്ദനം കേട്ടോ. എല്ലാവർക്കും വന്ദനം. ദൈവദാസന്, ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക് വന്ദനം. സമയം കളയുന്നില്ല. 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തിയിട്ട് തിരുവചന ധ്യാനത്തിലേക്ക് പോകാം. പ്രൈസ് ലോർഡ്. എൻ്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ മുഖം കാണുമ്പോഴാണ്. நீங்கள் அப்படியே பேசாமல் அப்படியே இருந்தீங்கன்னா நான் நினைப்பேன் காது கேட்கல அப்படின்னு நினச்சேன். இல்லைன்னா நீங்கள் என்னை தூக்கி பார்க்குறீங்க அப்படின்னு. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അതിനം തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതിനകത്ത് 1 2 3 4 5 ദാണ്ട ഒരാൾ 6 7 8 ദാണ്ട സഹോദരൻ 9 ദാണ്ട അമ്മാമ്മ 10 3 11 12 പുറകിൽ ഒരു 2 പേരുണ്ട്. 14 പേർ ഇപ്പോൾ ഇതിനകത്ത് ചിന്തിച്ചു, ഇദ്ദേഹം മലയാളവുമല്ല തമിഴുമല്ല, പിന്നെ ഏതാ? പക്ഷേ അവരാരൊക്കെയാണെന്ന് എനിക്ക് പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണോ തിരിഞ്ഞു നോക്കുന്നത് അവർ തന്നെ ആയിരിക്കും. അത് ദൈവത്തിന് മഹത്വം. ഇനിയിപ്പോൾ എല്ലാവരും എന്നെ തന്നെ നോക്കിയിരിക്കും. ദൈവത്തിന് മഹത്വം. എൻ്റെ അപ്പൻ തെലുങ്കാണ്, ആന്ധ്ര. എൻ്റെ അമ്മ തമിഴാണ്. ഞാൻ കെട്ടിയ ആൾ മലയാളിയാണ്. കർണാടക മാത്രം ഒരു ബന്ധം എനിക്കില്ല. അപ്പോൾ മലയാളം സരളമായി സംസാരിക്കാനിടയായത് കഴുത്തിന് ചുറ്റും നാക്കുള്ള ഒരു ആലപ്പുഴക്കാരിയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഒരു ആലപ്പുഴക്കാരി എന്നോട് പിണങ്ങരുത്. ഇത്ര ധൈര്യത്തോട് ഞാൻ പറയാൻ കാരണം അവളിവിടെ ഇല്ലാഞ്ഞിട്ടാണ്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കും ഇതിനകത്ത് യൂത ആരും ഇല്ല എന്ന് വിശ്വസിക്കണം. ഒറ്റിക്കൊടുത്തേക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെട്ടെന്ന് മലയാളം പഠിക്കാനിടയായത് 1 ലൈഫ് പാർട്ട്ണർ, 2 ഇതുപോലുള്ള നിങ്ങളെപ്പോലുള്ള നല്ല ദൈവമക്കൾ ഓരോ വാക്കുകൾ തെറ്റുമ്പോൾ അത് ആ വാക്ക് അങ്ങനെയല്ല ഇങ്ങനെയാണ് പറയണ്ടേ എന്ന് പറഞ്ഞ് തിരുത്തി. അതിൻ്റെ ഫലമാണ് നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു കുറവ് വരുമ്പോൾ അത് പാടി പരത്തരുത്. അത് പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോക്ക്, ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അപ്പ തിരുപ്പതി ക്ഷേത്രം കേട്ടിട്ടുണ്ടോ? സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ്. ഒരു വർഷം എങ്ങനെയും 1000 കോടിയിൽ പരം കാണിക്ക ലഭിക്കുന്ന, ഗുജറാത്തികൾ മാർവാടികൾ ഏറ്റവും അധികം വരുന്ന, തമിഴന്മാരെങ്ങനെ നമ്മുടെ പത്തനംതിട്ട വരുന്നു അതുപോലെ മാർവാടികൾ ഏറ്റവും കൂടെ വരുന്ന സ്ഥലമാണ് ഇവിടെ. ആ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു ഞാൻ. കാഞ്ചിപുരം കാമാക്ഷി ക്ഷേത്രത്തിലെ ഒരു മേൽശാന്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങളെപ്പോലെ സൺഡേ സ്കൂളും PYP ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ സൺഡേ സ്കൂളും PYP അല്ല, നിങ്ങളുടെ കൂട്ടത്തിരുന്ന് കിട്ടുന്ന ആ ദൈവ സാന്നിധ്യമാണ്.
അപ്പനും അമ്മയ്ക്ക് ഒരു മോൻ. അപ്പൻ ആഗ്രഹിച്ചു ഞാൻ ബദ്രിനാഥ് ക്ഷേത്രത്തിലെ കർമ്മിയാവണം. അമ്മ ആഗ്രഹിച്ചു, അമ്മ നല്ലൊരു കർണാട്ടിക്കൽ സംഗീതയാണ്, നല്ല പാടും. അപ്പം അമ്മയുടെ ആഗ്രഹം ഞാൻ നല്ലൊരു പാട്ട് പാടാൻ അമ്മ. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു എസ്ഐ ആവണമെന്നാണ്. 4 പേരുടെ ചള്ളക്കിട്ട് കൊടുക്കുമ്പോണ്ടാകുന്ന ഒരു സുഖം വേറെ എവിടെയും കിട്ടത്തില്ല. മേളിലിരിക്കുന്നവരുടെ ആഗ്രഹം. ഞാൻ ആരാകണമെന്ന് തീരുമാനിക്കുന്നത് എന്നെ പെറ്റു വളർത്തിയവരോ എൻ്റെ ശത്രുക്കൾ പോലും അല്ല. എന്നെ അതിശയവും ഭയങ്കരവുമായി സൃഷ്ടിച്ച ഒരു മഹാദൈവം, ആ ദൈവമാണ് തീരുമാനിക്കുന്നത് നീ ആരാകും. നിന്നെ എപ്പോൾ അനുഗ്രഹിക്കണം, എപ്പോൾ നിന്നെ ബലപ്പെടുത്തണം, എപ്പോൾ നിന്നെ അഭിഷേകം ചെയ്യണം, എപ്പോൾ നിന്നെ ഉയർത്തണം, എപ്പോൾ നിന്നെ മാനിക്കണം, എപ്പോൾ നിന്റെ മുമ്പിൽ വാതിലുകൾ തുറക്കണം. തീരുമാനമെടുക്കുന്നത് മഹാദൈവമാണ്, മഹാദൈവം. അത് പീലാത്തോസ് പറയുന്നുണ്ട്. അറിയാലോ, നിന്നെ കൊല്ലാനും വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ട്. കർത്താവ് കൂളായിട്ട് പറയാ, ചെറുക്ക, കൊല്ലംകാരാ ഈ വാക്ക് ഉപയോഗിക്കുന്നത്, ചെറുക്ക. മലയാളത്തിൽ ഏകദേശം സ്ലാങ് എനിക്കറിയാം. കൊല്ലംകാരനായ ഒരു കർത്താവാണെങ്കിൽ എന്ത് ചെയ്തേനെ പറഞ്ഞാട്ടെ, ചെറുക്ക, മേളിൽ നിന്ന് എന്ത് വേണം, നിനക്ക് പെർമിഷൻ വേണം, അല്ലാതെ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഗാഡ് കോൺഫിഡൻസ്, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. 1999 ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. 99 എൻ്റെ 23-ാമത്തെ വയസ്സിൽ ഞാൻ കേരളത്തിൽ പുനലൂരിൽ നിന്നൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്ന് പുനലൂരൊക്കെ കേട്ടോ. പുനലൂർ തൂക്കുപാലത്തിൻ്റെ അടിയിലായിരുന്നു ആദ്യത്തെ 3 മാസം കിടന്നുറങ്ങിയത്. പിന്നെ കരവാളൂർ, മഞ്ഞമാറ, ആരംപുന്ന, ഇളമ്പൽ, കോട്ടവട്ടം, നെല്ലിപ്പള്ളി, ഐക്കരക്കോണം, പാണയം, വെള്ളിമല, തെന്മല, ഈ സ്ഥലങ്ങളൊക്കെ, പേപ്പർ മില്ല്, കാരിയര, പനമ്പറ്റ, ഈ സ്ഥലങ്ങളൊക്കെ ഒരു ഭിക്ഷക്കാരനെ പോലെ അലഞ്ഞു നടന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. വഴിമധ്യേ വെച്ച് കണ്ടുമുട്ടിയ ഒരു അനുഗ്രഹീതനായ ഒരു വിശ്വാസി മുഖാന്തരം എനിക്ക് കേരളക്കരയിൽ ഒരു അഡ്രസ്സ് കിട്ടി. അതുകൊണ്ട് ആരോ പറഞ്ഞത്, അവൻ നിങ്ങൾക്കായി കരുതുന്നവനായാണ്. നിങ്ങളെ ദൈവം ഇവിടെ വന്ന് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതെല്ലാം അവൻ ഇവിടെ അത്രയും ചിന്തി. നിങ്ങൾക്കുള്ളതെല്ലാം അവൻ എന്ത് ചെയ്തിട്ടുണ്ട്. മോനെ വന്ന്, മോനെ പേരെന്താ, ഓടിവാ. നീത്തൻ. ഞാൻ നീത്തന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ദൈവമേ, ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവനൊരു കൊമ്പൻ മീശ മുളയ്ക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. നാളെ രാവിലെ 5 മണിക്ക് അവൻ നോക്കുമ്പോൾ വീരപ്പനെ കാട്ടിലും വലിയൊരു. അപ്പം മാത്സ് ടീച്ചർ ചോദിക്കാൻ, എന്താടാ ഹോംവർക്ക് എഴുതാത്ത? എഴുതിയില്ല ടീച്ചർ, എഴുതാൻ പറ്റില്ല, സാധിച്ചില്ല, ഐ കാൺട്ട് എന്ന് പറയും. പക്ഷേ നീതൻ പറയത്തില്ല. നീങ്ങുവാ മോളെ, നീങ്ങുവാ, താങ്ക് യു. ഞാൻ ഇന്ന് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. അടുത്ത ആഴ്ച ദൈവമേ കുഞ്ഞിന് തക്കതായ ഒരു തുണയെ ഒരുക്കി. പേരെന്താടി അവള് നാണോ നോക്കുക. തക്കതായ ഒരു തുണയെ ദൈവം ഒരുക്കണം, ഇണങ്ങിയതും ചേരുന്നതുമായ ഒരു തുണയെ. അടുത്ത ആഴ്ച ഇവളുടെ നടക്കാൻ പോകുന്ന ഇവളുടെ വിവാഹത്തിനായിട്ട് സ്തോത്രം. മീൻകറി ഉണ്ടാക്കാൻ അറിയാവടി? അവിയൽ, വെള്ളം തിളപ്പിക്കാറിയാം. ഇവളുടെ കയ്യിൽ ഒരു തുണയെ കിട്ടി അവൾ എന്തായിരിക്കും ചെയ്യുന്നത്? അടുത്ത ആഴ്ച എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ സുദർശന ചക്രം കറക്കുന്ന പോലെ എന്ത് ചെയ്യും? കറക്കി കളയും. അതുകൊണ്ട് ഇവൾക്ക് വിവാഹം നടക്കുന്നില്ല എന്നുണ്ടോ? ഇരുന്നാട്ടെ മോളെ, ഉണ്ടോ? അവന് മീശ മുളയ്ക്കത്തില്ല എന്നുണ്ടോ? ഉണ്ടോ? പക്ഷെ ഇതെല്ലാം ഒരു സമയമാകുമ്പോൾ അവർക്ക് നമ്മുടെ വെപ്രാളമാണ് എല്ലാത്തിനും കാരണം. മക്കളെ തകർത്താവ്, മക്കളെ തന്നെ, കുഞ്ഞിനെത്താന്ന് പറഞ്ഞ് കിട്ടാതെ വന്നപ്പോൾ ഹാഗാറിനെ കൊണ്ടുവന്ന് അടിയായി. ഹാഗാറിനെ കൊണ്ടുവന്ന് അവസാനം കൊണ്ടുവന്ന് കലം ഉടയ്ക്കുന്ന പോലെ 25-ാമത്തെ വർഷത്തിലെ ഹാഗാറിനെ കൊണ്ടുവന്ന് എങ്ങനെ പോകുന്നു?
24 ഇയർ നീ കാത്തിരുന്നിട്ട് 25-ാമത്തെ ആഗറിനെ കൊണ്ടുവന്ന് അവിടെ അടിയായി അടുത്ത വർഷം എന്താ വിടുതലുമായി. പെട്ടത് ആരാ? വെപ്രാളപ്പെട്ട നമ്മളാ. ഞാൻ சொல்றது പുരിയുതാ നമുക്ക്? ദൈവത്തിന് അപ്പം നമ്മൾ ആരാകണം തീരുമാനിക്കുന്ന ആരാ? ദൈവം. എന്തുകൊണ്ട് പൂനൂൽ ഊരി വെച്ചിട്ട് നിങ്ങളുടെ ഇടയിൽ വന്നത്? കാശുണ്ടാക്കാനെങ്കിൽ എൻ്റെ തന്ത നാട്ടുകാരെ പറ്റിച്ച് ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് ആവശ്യമില്ല. എൻ്റെ ഭാഷ നിങ്ങളൊന്നും വിചാരിക്കരുത്, നിങ്ങളെപ്പോലെ ഞാൻ ഫ്ലുവൻ്റ് തരില്ല, മன்னிച്ചിടുங்க. അപ്പോൾ നാട്ടുകാരെ പറ്റിച്ച് ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഞാനും ഒത്തിരി പേരെ പറ്റിച്ചിട്ടുണ്ട്. കാരണം ഈ പ്രസാദ തട്ടിലൊക്കെ മോതിരമൊക്കെ കൊണ്ടുവിടും, അതൊക്കെ മോട്ടിച്ച് അങ്ങനെയൊക്കെ വെച്ചോണ്ട് വീട്ടിൽ വരും. കാരണം എന്തിരുന്നാലും ദൈവം ചോദിക്കത്തില്ല എന്തിനാണ് എൻ്റെ മോതിരം ചോദിക്കും. ഇവിടെ പറ്റിച്ച വിവരം അറിയും. ഇവിടെ ഒരു പണി നടക്കത്തില്ല. കാരണം അവിടെ കണ്ണുണ്ടായിട്ട് കാണുന്നില്ല, ഇവിടെ കണ്ണുണ്ട്, നന്നായി കാഴ്ച ഉണ്ട്. അത് ഹാഗർ പറഞ്ഞു, എന്നെ കാണുന്നവനെ ഞാൻ കണ്ടു. അപ്പൊ കാരണം എന്താ ഇങ്ങോട്ട് വരാൻ കാരണം എന്താ? അപ്പൊ പല കാരണങ്ങളിൽ ഒന്ന്, ഞാൻ പ്രതീക്ഷിച്ച അമ്പലം 3 എണ്ണം കേരളത്തിലുണ്ട്. ഈ കൈ കൊണ്ട് പ്രതീക്ഷിച്ച 3 അമ്പലം കേരളത്തിലുണ്ട്. ഒന്ന് നടത്തറ, തൃശ്ശൂർക്കാരെങ്കിലും ഉണ്ടോ അവിടെ? നടത്തറയിൽ. ആര്യങ്കാവ്, ഭഗവതിപുരം എന്ന് പറഞ്ഞൊരു അതിർത്തി ബോർഡർ. ആര്യങ്കാവുകാർ ഇവിടെ ഉണ്ടാവും. എന്താ ഇവിടെ ആരും ഇല്ലേ? അപ്പം ഇവിടെ ഉള്ളവരൊക്കെ ആരും ഇവിടെ ഉള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഉള്ളത് നമ്മുടെ മാന്നാർ സൈഡാണ്. മാന്നാറുകാരുണ്ടോ അവിടെ? മേൽപ്പാട് മാന്നാർ, വെരി ഗുഡ്. മാന്നാർ സൈഡാണ്. അതുകൊണ്ട് അവിടെയുള്ള പാസ്റ്റർമാരൊക്കെ അവിടെ എങ്ങാനും കൺവെൻഷൻ വയ്ക്കുമ്പോൾ എന്നെ വിളിക്കും. ആ ബുദ്ധി നോക്കിക്കോണം. എന്തിനാ? പ്രതീക്ഷിച്ച തന്ത്രി തന്നെ ഇപ്പുറത്ത് നിന്ന് പറയാ, അത്യുന്നതൻ കൈപ്പണിയായതിൽ. കൊറോണയ്ക്ക് മുമ്പ് ആര്യങ്കാവ് എന്നെ വിളിച്ചപ്പോൾ അവിടെയുള്ള അമ്പല കമ്മിറ്റിക്കാർ പറഞ്ഞു, ദയവച്ച് നിങ്ങൾ വേറെ ആരെ വേണമെങ്കിലും വിളിച്ചോ, ഇതിനെ പ്രതീക്ഷിച്ച് അങ്ങേരെ തന്നെ നിങ്ങൾ എന്തിനാ വിളിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് അത് പറഞ്ഞു വെച്ചാൽ, ഒരു സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തെ ഉണ്ടാക്കി, ഞാൻ ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിച്ചു. പക്ഷെ ഇപ്പം ഞാൻ പകുതി പറയാം, പകുതി നിങ്ങൾ എന്ത് ചെയ്തോണം. കാരണം നിങ്ങളുടെ മേൽ ദൈവാത്മാവ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ആരാധിക്കുന്നത് എന്നെ അതിശയവും. അന്ന് ഞാൻ ദൈവത്തെ തേടി 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 അങ്ങനെ നമ്മുടെ നാട്ടിലെ കിഴക്ക് വടക്കുള്ള ദൈവത്തെ 18 പ്രാവശ്യം എല്ലാ വർഷവും തേടി വരുമായിരുന്നു. ഉണക്ക തേങ്ങയും കൊണ്ട്, പല്ലി വീണ അരവണയും കൊണ്ട് തിരിച്ചുകൊണ്ട് പോകും. മനസ്സിലായവർക്കായി സ്തോത്രം, അല്ലാത്തവർക്കായി സ്തോത്രം. അദ്ദേഹത്തിന് 6 വയസ്സ് മുതൽ 40 വയസ്സുള്ള പെൺപിള്ളേരെ കാണുമ്പോൾ അലർജിയാണ്, അദ്ദേഹം ഇറങ്ങിപ്പോവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി മന്നവാവ നീ പാണെഴുതല്ല എനിക്ക്. തേടി വന്ന ദൈവം. ഒരു സമയത്ത് ഞാൻ ദൈവത്തെ അഭിഷേകം ചെയ്യുമായിരുന്നു. കുംഭാഭിഷേകം 27 അഭിഷേകമാണ്. ദൈവത്തെ എന്ത് ചെയ്യണം? ഇപ്പൊ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാരണമുണ്ട്. അതുകൊണ്ട് ആ പണ്ട് നമ്മളൊക്കെ കേരളക്കരയിൽ പാടില്ല, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാൻ. എവിടെ പറയാം, നല്ല വിളഞ്ഞ കള്ള നമ്പൂതിരിമാരുടെ ഇടയിലാച്ചാ ഞാൻ പൂനൂലിട്ട് വളർന്നത്. അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അതിലും വിളഞ്ഞ കൊള്ളക്കാര് ഞാൻ വിചാരിച്ചു കൊള്ളക്കാരുടെ ടീമിൽ നിന്ന് രക്ഷപ്പെടില്ല, അതിനേക്കാൾ വിട്ട് IAS ആണാളോ ബാലിന് മുഴങ്കാൽ മടക്കാത്ത തീച്ചൂളയുടെ മുമ്പിൽ മുട്ടുപറക്കാത്ത യേശുവിന്റെ നാമത്തിൽ ആമേ. പത്മോസ് ദ്വീപിന്റെ നടുവിലും ആത്മാവിൽ വിവശതയായി സ്വർഗീയ വെളിപ്പാടുകൾ കാണുന്ന ഒരു കൂട്ടം ആളുകൾ
കൊച്ചു കുടുംബമാണ് എൻ്റെ. കാനമച്ചൻ എൻ്റെ ഗുരുനാഥൻ. 3 സെമിനാറിൽ അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. അദ്ദേഹം എപ്പോഴും പറയടാ, 4 പേർക്ക് നല്ലത് ചെയ്യടാ, 4 പേർക്ക് നല്ലത് ചെയ്യടാ, 4 പേർക്കെങ്കിലും നല്ലത് ചെയ്യടാന്ന് പറയും. അപ്പം ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്താ 3 പേർക്കായ, എന്താ 5 പേർക്കായ? അപ്പോൾ മുഖത്തടിച്ചതുപോലെ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, ചത്തുപോയാൽ അതിൻ്റെ പെട്ടി ചുമക്കാൻ 4 വരണ്ടേ, ആ 4 പേർക്കെങ്കിലും നീ നന്മ ചെയ്യാം. പിന്നെ ഞാൻ ചോദിച്ചില്ല 3 വേണോ 5 വേണോ. അതുകൊണ്ട് ഇരിക്കട്ടെ മക്കൾ 4 വിചാരിച്ചേ. മക്കളും എത്ര പേരാ, ഒരേ പൊക്കത്തിലല്ലെങ്കിലും വ്യത്യസ്ത വയസ്സാണ്. 4 പേർക്കും 4 പ്രായം. എൻ്റെ പെട്ടി എൻ്റെ 4 മക്കൾ ചുമക്കാൻ പോയാൽ ഒരറ്റം ഗോലിയാത്ത്, മറ്റേ അറ്റം സക്കായി, വേറൊരു അറ്റം ഷൗല്, വേറൊരു അറ്റം മെഫിബോഷേത്ത്. അപ്പോൾ എൻ്റെ പെട്ടി എങ്ങനെ കൊണ്ടുപോകുന്നുള്ളത് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തതാണ്. കൃപ എന്നല്ലാതെ വേറൊന്നും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ദൈവം എന്നെ ഏൽപ്പിച്ച വചനം പറയട്ടെ. இப்போ கொஞ்சம் தமிழ் வரும், ಸ್ವಲ್ಪ தெலுங்கு తెలుసు, നല്ല മലയാളത്തിൽ പേശുവേൻ. നിങ്ങളത് ക്ഷമിച്ചോണം. ഹനുമാനെ പോലെ മുഖം എന്ത് ചെയ്യരുത്, വീർപ്പിക്കരുത്. നിങ്ങൾ ക്ഷമിച്ചോണം. ഇനി ഞാൻ മലയാളത്തിൽ തമിഴിൽ സംസാരിച്ചാലും മലയാളികൾക്ക് മനസ്സിലാവും. വൈ? തമിഴ് ലാംഗ്വേജിൽ നിന്നാണ് ഏത് ഭാഷ വന്നത്? പറഞ്ഞാട്ട് ഉറക്കെ. അല്ല, ഇതറിയാത്ത ചില വിവരമില്ലാത്ത മലയാളി തമിഴന്മാരെ കാണുമ്പോൾ അണ്ണാച്ചി, പാണ്ടി. അതിനു മുമ്പ് മലയാളികൾ മുതുപാണ്ടികളായിരുന്നു. എന്നെ സംബന്ധിച്ച് മലയാളികൾ മുതുപാണ്ടികളായിരുന്നു. കാരണം അവർക്ക് ഭാഷയില്ലായിരുന്നു. തമിഴന്മാരുടെ കയ്യിൽ നിന്ന് അവർക്ക് ഭാഷ കിട്ടിയത്. ആരെയും ഒരു നാൾ എന്ത് ചെയ്യാൻ പാടില്ല. നിൻ്റെ അടുത്തിരിക്കുന്നവർ നിന്നേക്കാൾ ആ ക്ലോക്ക് ഇപ്പോൾ നിന്ന് പോയെങ്കിൽ ഒരു ദിവസത്തെ 2 സമയം കൃത്യമായത് കാണിക്കും. നിന്നതാ. ബാറ്ററി ഇല്ലെങ്കിലും അത് ഒരു ദിവസത്തെ 2 ടൈം വളരെ കറക്റ്റായിട്ട് കാണിക്കും. അതിനെപ്പോലെ നമുക്ക് കളിയാക്കാൻ നമുക്ക് എന്തില്ല, നമുക്ക് യോഗ്യതയില്ല. മനസ്സിലായത്? അതിനെപ്പോലെ നമുക്ക് കളിയാക്കാനുള്ള ഒരു യോഗ്യത നമുക്കില്ല. ദൈവത്തെ ആരാധിപ്പാൻ തന്നെ നമുക്ക് യോഗ്യതയില്ലാത്തവരാണ്. ആ യോഗ്യതയില്ലാത്തവനെ നോക്കിയ ദൈവം യോഗ്യത ഉള്ളവരാക്കി മാറ്റി. ദൈവം ആരാധിപ്പാൻ യോഗ്യം. ഹല്ലേലൂയ. വചനം അത് ഭയങ്കരമാണ്. ഈ വചനം, രാമായണം, ഭാഗവതം, ഖുർആൻ പോലുള്ള മറ്റു വിശുദ്ധ മറ്റു ഗ്രന്ഥങ്ങളെക്കാൾ വചനം വ്യത്യസ്തമായിരിക്കാൻ കാരണം ഈ വചനത്തിൻ്റെ ഉള്ളിൽ ജീവൻ്റെ ആത്മാവുണ്ട്. എന്തുണ്ട്? ജീവൻ്റെ ആത്മാവുണ്ട്. അതിനെക്കുറിച്ച് എടുക്കാൻ ദൈവകൃപയിൽ ആഗ്രഹിക്കും. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്തെന്നാൽ, സങ്കീർത്തനം 51 വേഗത്തിൽ വായിക്കാം. സങ്കീർത്തനം 51 10, 11 വാക്യം. 11ാമത്തെ വാക്യം. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. നിന്റെ ആത്മാവിനെ, നീ എനിക്ക് തന്ന ആത്മാവിനെ എന്നിൽ നിന്ന് നീ എന്ത് ചെയ്യരുത്. அவ்வளோதான், முடிஞ்சு போச்சு. நீங்கள் பைபிள் க்ளோஸ் பண்ணுறங்க. அப்படி என்னையே பாருங்க. பைபிள் க்ளோஸ் பண்ணுறங்க. அப்படி என்னையே பார்த்து എന്നെ ഭയപ്പെടുത്തുங்க. എന്നെ നോക്കി പേടിപ്പിച്ചാട്ടെ എല്ലാവരും. അങ്ങനെയെങ്കിലും ഞാൻ നിങ്ങൾ കണ്ണു തുറന്നിരിക്കുമല്ലോ. ഒറ്റ വാക്യവാ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ എന്ത് ചെയ്യരുത്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കാൻ പാടില്ല. ആരാ പറയുന്നത്? ഡേവിഡ്. ദാവീദിനോട് ചോദിക്കാം, ഇതാരാ വരുന്നത്? ദാവീദോ? ദാവീദ് ഒരു 5 മിനിറ്റ് സമയം കൊടുത്താൽ പറയും, യോഗ്യതയല്ല, കഴിവല്ല, ഈ ആത്മാവ് എനിക്ക് കിട്ടിയത് കൊണ്ടാണെന്ന് പറയും. ഞാൻ ദാവീദിനോട് ചോദിക്കാൻ, ദാവീദ്, നീ എന്തിനെ പരിശുദ്ധാത്മാവിന് ഇത്ര പ്രയോറിറ്റി കൊടുക്കുക? എന്തിരുന്നാലും ഒരു മനുഷ്യനായ മോള് പഠിച്ച് IELTS എഴുതി യൂറോപ്പിൽ പോയി നല്ല രീതിയിലായി, 4 വീട് തന്നു, 400 കോടി സ്വത്ത് തന്നു. അതെല്ലാം കഴിഞ്ഞ പിന്നെ ദൈവത്തെ വേണോ നമുക്ക്? ദൈവത്തെ വേണോ? വേണ്ടല്ലോ. എല്ലാം ആയില്ലേ, പിന്നെന്തിനാ ദൈവം? നിങ്ങളുടെ മൗനം എന്നെ വല്ലാതെ ചിന്തിപ്പിക്കുന്നു. കടമൊന്നുമില്ല, 400 കോടി രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ആക്സസിലൊക്കെ കിടക്കുന്നിങ്ങനെ. അത് അവിടെ നിന്ന് നമ്മൾ നോക്കി കൊഞ്ഞിനും കുത്തുന്നു. ഞങ്ങളുണ്ട്, നീ ധൈര്യമായി. അവിടെ ഇവിടെ ചിറ്റപ്പനോ
വല്യച്ഛൻ, കൊച്ചച്ഛൻ, തായ്, തമ്മക്ക, തന്ത എല്ലാവരും ഉണ്ട്. ഞങ്ങളൊക്കെ എല്ലാവരും ആയില്ലേ, പിന്നെ എന്തോ പ്രശ്നമില്ലല്ലോ, പിന്നെ എന്തിനാ ദൈവം? ദാവീദിനെ വെച്ചു, ദാവീദ് രാജാവല്ലേ, തലേ കിരീടമില്ലേ, കൈ ചെങ്കോളില്ലേ, മക്കൾ ഇഷ്ടം പോലുമില്ലേ, വസ്തുവക ഇഷ്ടം പോലുമില്ലേ, നിനക്ക് എന്തിന്റെ കുറവാ? പിന്നെ എന്തിനാ നീ ആത്മാവിന് വേണ്ടി കരയുന്നത്? ഈ ആത്മാവിന് വേണ്ടി നീ എന്തിനാണ് എല്ലാം ആയിട്ട് നീ പിന്നെ ഇതെല്ലാം ആയത്, ഇതെല്ലാം എനിക്ക് ലഭിച്ചത്, ഈ എന്റെ ചുറ്റിലും കാണുന്നതെല്ലാം ഇന്ന് ഞാൻ പ്രാപിച്ചത് എന്റെ എഡ്യൂക്കേഷൻ അല്ല, എന്റെ എക്സ്പീരിയൻസ് അല്ല, എന്റെ പാരമ്പര്യമല്ല, എന്റെ പേരിനോട് ചേർന്ന എന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല, ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവ്. എന്തുകൊണ്ട് ദാവീദ് പറയുന്നു നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്? അത്രയ്ക്ക് പ്രാധാന്യം കൊടുത്തു ദാവീദ് പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ സമയം പോരാ. മൊത്തം ലോകത്തിൽ 3 ആത്മാവാ മോളെ. ഒന്ന് പരിശുദ്ധാത്മാവ്, 2 ദുരാത്മാവ്. ഇതിൻ്റെ 2നും ഇടയില ഞാനും നീയും. മനസ്സിലാവുന്നുണ്ട്? മനുഷ്യാത്മാവ്. നിങ്ങളെല്ലാവരും കാൽവരിയിൽ അനുഭവമായിരിക്കും. ഒരു കള്ളൻ നിങ്ങളെ നോക്കി ഞോണ്ടുമ്പോൾ അടുത്ത കള്ളൻ പറയും വേണ്ട, നീ അവനെ നോക്കാതെ നീ ധൈര്യമായി. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ 2 അനുഭവം ഉണ്ടാകും. അപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നത്? നമ്മളെവിടെ നിൽക്കണം? 2 ആത്മാവിൻ്റെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്താ? നിന്നെ നന്മയിലേക്ക് നയിക്കണം, നിനക്ക് നല്ലത് ചെയ്യണം, നിന്നെ നിത്യതയിലെത്തിക്കണം, നിന്നെ ഗൈഡ് ചെയ്യണം, നിനക്ക് ടീച്ചറായിരിക്കണം, നിനക്ക് നല്ലൊരു ഫിസിഷ്യൻ അല്ലേ, എല്ലാ മേഖലയിലും എല്ലാമായി ഇരിക്കണോ அப்படின்னு ஆசைப்படுறாரு. யாரு? വാവ്, നിങ്ങൾ തമിഴ് നല്ല. ദുരാത്മാവ് അങ്ങനെയല്ല. നിന്നെ കൊണ്ട് എങ്ങനെ അവൻ്റെ കുതികാൽ ഉയർത്താം, കസേര കളി എങ്ങനെ നടത്താം, സാറ്റ് കളിക്കുന്നത് എങ്ങനെ, ഇവനെങ്ങനെ തരം താഴ്ത്താം, അവനെങ്ങനെ പൂട്ടാം, അങ്ങനെ 2 പേരെ നമ്മൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. 2 പേർക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഒരു വ്യത്യാസം പറഞ്ഞാൽ, ഈ സാത്താനാണ് നമ്മൾ, ദുരാത്മാവാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അവന്റെ കാര്യം കഴിഞ്ഞ് അവിടെ എവിടെയെങ്കിലും നമ്മൾ ഇട്ടിട്ട് അങ്ങ് പോകും. കറക്റ്റ് ആണോ ഇല്ലയോ? അവന്റെ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ ആ അജ്മാൻ റോഡിൽ കൊണ്ട് നിർത്തിയിട്ട് ടാറ്റ ടി ടു എന്ന് പറഞ്ഞിട്ടാണ് പോകും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവാത്മാവ് ആവശ്യം കഴിഞ്ഞിട്ട് കളയുന്ന ടിഷ്യൂ പേപ്പർ പോലെയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഏലിയാവിൻ്റെ ശിഷ്യന്മാർ പറയുന്നു, ഏലിയാവ് എവിടെയെങ്കിലും കാണത്തില്ല, അവൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് ദൈവം അവനെ അവിടെ എവിടെയെങ്കിലും താഴ്വരത്തിലോ മലയിലോ അല്ല അവിടെ കാണുന്നു. ഇപ്പം തേടാ ഏലീശേ. കാരണം ശിഷ്യന്മാരുടെ ചിന്തയുണ്ടായത് കർത്താവ് കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും, അങ്ങനെ അവന്മാർ പറയുന്നത്, അവിടെ മലയിലോ താഴ്വരത്തിലോ എവിടെയെങ്കിലും അവൻ്റെ ജഡം കാണും, പോയി നോക്കാം വാ. മനസ്സിലായി? ദുരാത്മാവ് അങ്ങനെ ഉപയോഗിക്കും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം ഒരുത്തനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോകുന്ന രംഗം നിങ്ങൾക്ക് അറിയാം. യേശുവിന്റെ നാമത്തിൽ പിന്നെ സാധാരണ സെന്റ് ഓഫ് അല്ല, രക്തസാക്ഷിയെടുത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നെ സാധാരണമായി ഒരു സെന്റ് ഓഫ് അല്ല നടക്കുന്നത്. തനിക്ക് വേണ്ടി പ്രവർത്തിച്ചവനെ ദൈവം സാധാരണമായി കൊണ്ടുപോകത്തില്ല, രൂപാന്തരപ്പെടുത്തി കൊണ്ടുപോകും. ഹല്ലേലൂയ. ഏലിയാവ് എങ്ങനെയാ കയറിപ്പോകുന്നെന്ന് കാഴ്ച കാണണം. ആ രംഗം ദൈവം ഉപയോഗിച്ച ശരീരത്തെ ദൈവം കൊണ്ടുപോകുന്നത്, ദൈവം ഉപയോഗിച്ച ആ ശരീരത്തെ ദൈവം ഹീനമായി കൊണ്ടുപോകുകയല്ല. അതിനേക്കാൾ അപ്പുറമാ പുതിയ നിയമത്തില് നമുക്ക് ലഭിക്കാൻ പോകുന്ന പുനരുദ്ധാത്മാവിന്റെ ശക്തി. അവൻ നമ്മുടെ ദേഹ രൂപാന്തരപ്പെടുമ്പോൾ നാം എടുക്കപ്പെടുന്ന രംഗം. ഹല്ലേലൂയ. എപ്പോഴും ഈ രണ്ട് പേരുടെ നടുവിൽ തന്നെ നാം വാഴണം. ഒരാൾ വന്ന് ഡിസ്കറേജ് ചെയ്യും, ഒരാൾ വന്ന് നമ്മളെ എൻകറേജ് ചെയ്യും. ഇതിൻ്റെ നടുവിലായിരിക്കും തോമസ് ലീഹ പോലെ നമ്മൾ. ഇതൊന്ന് ഓർക്കുക. അയ്യാ വാങ്ക ഒരു എക്സാമ്പിൾ. ഞങ്ങൾ 2 പേരും നല്ല സുഹൃത്തുക്കൾ, സ്നേഹിതർ, ക്ലാസ്മേറ്റ്സ് அப்படி இருக்க. ഞങ്ങൾ 2 പേരും ഒരു പ്ലാൻ ചെയ്തു, നമുക്ക് ഒന്നിച്ച് എന്തെങ്കിലും ഒന്ന് തുടങ്ങാം, വെറുതെ നിർത്താൻ, നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ ബിസിനസ് തുടങ്ങി, സന്തോഷം. പക്ഷെ ഇദ്ദേഹത്തിന് മേളിൽ ഏതാത്മാവ് ഉള്ളത്? പരിശുദ്ധാത്മാവ്. ഏതാത്മാ പറഞ്ഞാട്ടെ. എൻ്റെ മേളിൽ എപ്പോഴും ഉള്ളത് ദുരാത്മാവെന്ന് വിചാരിച്ചു. ഞങ്ങൾ 2 പേരും ഒന്നിച്ചാ എന്ത് ചെയ്യുന്നത്? ഒരു കൊച്ചു പ്രശ്നം വരുമ്പോൾ ഞാൻ പറയും നമുക്ക് നിർത്താം,
നടക്കത്തില്ല, സാധിക്കത്തില്ല, പോക്ക, അവർ ശരിയില്ല, ഇവൻ ശരിയല്ല. അവസാനം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറയും, നീയും ശരിയല്ല. ഞാൻ 24 മണിക്കൂറും ഇത് തന്നെ ഈ മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ ശ്രദ്ധിച്ചേ, എന്താവും? ഇദ്ദേഹം ആരാവും? പറഞ്ഞാട്ടെ, ഇദ്ദേഹം. ഞാൻ 24 മണിക്കൂർ ഈ മനുഷ്യന് ഇങ്ങനെ നിരാശയും നെഗറ്റീവ് കാര്യങ്ങളും, പോക്ക, തകർന്നു, അവൻ ശരിയില്ല, ഇവൻ ശരിയില്ല, അപ്പുറത്തവൻ ശരിയില്ല, ഇവനും ശരിയില്ല, നാളെ കാണാൻ പോകുന്നവനും ശരിയല്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം ബലഹീനമായ ഒരു ആത്മാവുള്ള ആളാണെങ്കിൽ എൻ്റെ മേലിലുള്ള ഇങ്ങനെ കയറും. ശ്രദ്ധിച്ചേ, ഒരു ദൂതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാം. എന്നെ ദൈവം വെറുതെ വിട്ടതല്ല, ഒരു കാര്യത്തെ വെട്ടാൻ വേണ്ടിയാണ് വിട്ടത്. അപ്പം ഞാൻ നിരന്തരം ഈ ദൈവദാസനെ, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അഭിഷേകത്തിനെതിരെ, വിശ്വാസത്തിനെതിരെ ഇങ്ങനെ സംസാരിക്കും. ബലഹീനനാണെങ്കിൽ ഇദ്ദേഹം പറയും, എന്തുവാ, ഇറ്റ്സ് ഓക്കെ, നമുക്ക് വിഡ്രോ ചെയ്യാം, ഞാനും ചിന്തിക്കാതില്ല. നീ പറഞ്ഞ ശേഷമാണ് അതിനെക്കുറിച്ച് നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് എപ്പോൾ നീ അത് പറഞ്ഞു അപ്പോൾ മുതലാണ് ഞാനും ചിന്തിക്കാൻ തുടങ്ങുന്നത്. പറ്റത്തില്ല, പിള്ളേരുടെ പഠിത്തം വിഷയമാണ്, അവളെയും കൂടെ ഇവിടെ കൊണ്ടുവന്നത് വല്ലാത്ത ഒരു തലവേദനയായിപ്പോയി. നിങ്ങളുടെ എല്ലാവരുടെയും മുഖം എനിക്ക് കാണണം. അവളെയും കൂടെ കൊണ്ടുവന്നത് വല്ലാത്തൊരു അടിയായിപ്പോയി. ബെഡ് സ്പേസിൽ കിടന്നാൽ മതിയായിരുന്നു. ആവശ്യമില്ലാതെ പോയി മനുഷ്യനെ മെനക്കെടുത്ത ലോണും എടുത്ത് വീടും എടുത്ത് ഇതാണ്ട് ഇതെല്ലാം തൊലഞ്ഞ് ഞാനും അത് ചിന്തിക്കാം, നമുക്ക് വിഡ്രോ ചെയ്യാം. അപ്പം ആരെ ജയിച്ചു? ആരെ ജയിച്ചു? ഇത് ഞങ്ങൾ മാനുഷിക ആത്മാവ്, രണ്ടുപേർക്ക് മാനുഷിക ആത്മാവുണ്ട്, പക്ഷെ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഡിഫറെന്റ് സ്റ്റൈലുള്ള സ്പിരിറ്റ് ഉണ്ട്. ഇപ്പൊ ആരെയാണ് ഞാൻ തോപ്പിച്ചത്? പറഞ്ഞാട്ടെ, കമോൺ. ഞാൻ ആരെ തോപ്പിച്ചു? ദൈവാത്മാവുള്ള മനുഷ്യനെ തോപ്പിച്ചു. ദൈവാത്മാവുള്ള മനുഷ്യൻ. അതേ സമയത്ത് ഇദ്ദേഹത്തിന്റെ മേലിൽ ദൈവത്തിന്റെ ആത്മശക്തി അളവ് അധികമാണെങ്കിലോ, ഞാൻ ഇനി എന്തെല്ലാം പറഞ്ഞാലും, ഈ മനുഷ്യൻ പറയുന്നത് എന്തായിരിക്കും? നടക്കും, ദൈവം നടത്തും, ദൈവം വഴിയൊരുക്കും, ദൈവം അഭിഷേകം ചെയ്യും, അടക്കത്തില്ല, വാതിൽ തുറക്കും, ദൈവം നമ്മോട് കൂടെ, ദൈവശക്തി നമ്മോട് കൂടെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൂതന്മാരുണ്ട്, വാഗ്ദത്തമുണ്ട്, വചനമുണ്ട്, ദൈവശക്തിയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ, പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ, ദൈവകൃപയിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു പറയുന്നു, ഈ ആരാധന കഴിഞ്ഞ്, ഇന്നത്തെ ആരാധന കഴിഞ്ഞ് ഇനിയുള്ള ഓരോ മിനിറ്റുകളിലും നിങ്ങൾക്ക് എഗൈനൈസ്ഡ് ആയിട്ട്, നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്ന കണ്ണുകൾ, നിങ്ങൾ ഡിസ്കറേജ് ചെയ്യുന്ന കാതുകൾ, ആവശ്യമില്ലാത്ത കാര്യം നിങ്ങളെ പറഞ്ഞ് വ്യാജം, പോഷ്കോ, നുണ, നിങ്ങളുടെ വിശ്വാസത്തെ മെതിക്കുന്ന വാക്കുകൾ, മെതിക്കുന്ന അധികാരമുള്ള നാമത്തിൽ ഇത് ആത്മാവിന്റെ നിറവിൽ ജയമെടുക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, ദൈവാത്മാവിന്റെ നിറവിൽ, ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കാം. ഉദരാധന, ഹർത്തനാധന, അന്ത പ്രൗഢവൽ ഘടക വൈര പ്രൗഢിയാധനാധന. ജീസസ് നെയിം. അതാരാണെങ്കിലും, ജോലി സ്ഥലത്തായിരിക്കും ഒരു പക്ഷേ വെളിയിലുള്ളവനാകണമെന്നില്ല. ഒരു പക്ഷെ നിന്റെ ഭാര്യയുടെ വായിൽ പോലും അവിശ്വാസത്തിന്റെ വാക്ക് വരാം. വീട്ടിനകത്തിരിക്കും നിന്റെ ഭാര്യയുടെ വായിൽ മരുമക്കളാകാം, മക്കളാകാം, ഭർത്താവാകാം, കുഞ്ഞാകാം, നിന്നെ പെറ്റ് വളർത്തിയ അപ്പനാകാം. ഒരു പക്ഷെ അവരിലൂടെ ആയിരിക്കാം നിന്നെ നിരാശപ്പെടുത്താൻ പിശാച് കെണിവരുക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ആ പൈശാചിക ശക്തിയെ ആത്മാവിൽ ജയിക്കുകയാണ്. ഓ ശരബഖബരറിയാന്തന. വിടുതൽ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. എന്നോട് ചേർന്ന് എല്ലാവരും പറഞ്ഞാട്ടെ, കർത്താവേ, എനിക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്ന ഓപ്പോസിറ്റ് അനോയിന്റിങ്, ഞാൻ പറയുന്നത് എഗൈൻസ്റ്റ് ആയിട്ടുള്ള അനോയിന്റിങ്, നിനക്ക് എഗൈൻസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ആകുന്നത്, നിനക്ക് എഗൈൻസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്, നിനക്ക് എഗൈൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്, ആ ഡെവിൾ സ്പിരിറ്റിനെ അതിന്റെ
ഉള്ളവർ, പരിശുദ്ധാത്മാവുള്ളവർ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് മാറിപ്പോത്തില്ല. ആമേൻ. അവനറിയാം. നേരത്തെ എൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞ പോലെ കുറവുകൾ വരും, പോരായ്മകൾ വരും. പഴയ നിയമത്തിലെ പുരോഹിതനും പുതിയ നിയമത്തിലും നമുക്ക് തമ്മിൽ വ്യത്യാസം. പഴയ നിയമത്തിലുള്ളവൻ അതിപരിശുദ്ധ സ്ഥലത്ത് പോകുമ്പോൾ കാലെ കയറിട്ടുണ്ടേ പോകാൻ പറ്റും. വെളിയിൽ ഒരുത്തൻ ഇരിക്കും. അകത്ത് പോയവൻ ഉടായ്പുള്ളതാണെങ്കിലേ ടിം പിന്നെ ഇങ്ങനെ വലിക്കണം. ഇവൻ വലിച്ചെടുക്കും. ഇവൻ പോയ അവൻ്റെ കാര്യം പോക്കാം. അവൻ്റെ പക്ഷെ പുതിയ വിശ്വാസി പോയ അങ്ങനെ ഇരിക്കാറില്ല. അവർക്ക് കാലേ ഒന്നും വേണ്ട, അവര് ധൈര്യമായിട്ട് പോകും. കാരണം അവനറിയാം, ഒരു തെറ്റുണ്ടെങ്കിൽ ഞാൻ സമർപ്പിച്ചാൽ എന്റെ പ്രാർത്ഥന കേൾക്കാൻ ഒരു ദൈവമുണ്ട്. എന്നെ ഭയപ്പെടുത്തുന്ന ദൈവമല്ല, എന്റെ ഭാരങ്ങൾ എടുത്തു കളയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വ്യക്തമായ ദൈവാത്മാവ് ഇടപെടുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ഈ ആരാധന കഴിഞ്ഞ് ആരിൽ നിന്നോ എവരിൽ നിന്നോ നിങ്ങൾക്ക് അഗൈൻസ്റ്റ് ആയിട്ട് വ്യാപരിക്കുന്നു. വിശ്വാസത്തിൽ ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് 47 രാജ്യത്തിൽ പോകണം, അതിലും കൂടുതൽ പോകണം. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പറഞ്ഞ് നിങ്ങളെ ഞാൻ അമേരിക്ക വിടും. അത് പറയുമ്പോൾ എൻ്റെ കയ്യിൽ പാസ്പോർട്ടില്ല. ഈ ദൈവം എപ്പോഴും പ്രവചിക്കുമ്പം നാലെണ്ണ പോലും കാണത്തില്ല. കർത്താവ് എപ്പോഴും വാഗ്ദത്തം പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് കാണത്തില്ല. ഇത് നോക്കുന്നവൻ പോക്ക, അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നോക്കുന്നവൻ പോക്ക. നിങ്ങൾ ആലയത്തിൽ വരുമ്പോൾ ചെരുപ്പ് മാത്രമല്ല, നിങ്ങളുടെ ബുദ്ധിയും കൂടെ വെളിയിൽ വെച്ചിട്ട് അകത്ത് കയറാം. മനസ്സിലായി? നിങ്ങളുടെ ബുദ്ധിയും കൂടെ വെളിയിൽ വെക്കണം. കാരണം ഇതിനകത്ത് എഴുതിയിരിക്കുന്നതല്ല ബുദ്ധിക്ക് അതീതമായ കാര്യമാണ്, ബുദ്ധി കെട്ടാത്ത കാര്യമാണ്. ബുദ്ധിയോട് ഇരുന്നാൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. ബുദ്ധിക്ക് അതീതമായ ദൈവപ്രവൃത്തി വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, അവർ രാജ്യങ്ങളെ ഇറക്കും. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നെ ദൈവാത്മാവ് കൊണ്ടുവന്ന അടുത്ത ചിന്ത, നമുക്ക് നേരെ ദൈവം ഒരു പദ്ധതി മെനഞ്ഞാൽ നമ്മെ തകർക്കാൻ പിശാച് 100 പദ്ധതി വരും. ഒരു പദ്ധതി അല്ല. നമുക്ക് നേരെ എത്ര പദ്ധതി കാണും? പക്ഷെ നമുക്ക് ദൈവം, പക്ഷെ ഈ ഒന്ന് മതി ആ 100നെ കവർ ചെയ്യാൻ. ഈ ഒന്ന് മതി ആ 100നെ ജയിച്ചു പോകാൻ. അത് ആരോ പറയുന്നുണ്ട് സംഗീതം, ഞങ്ങൾ അനവധി തീയിലും വെള്ളത്തിലൊക്കെ അങ്ങനെ നടന്നു. ഈ തോൽപ്പിച്ചില്ല. സാത്താന് പോലും നാണക്കേട. സത്യമില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച്, എൻ്റെ സ്നേഹിതൻ പറഞ്ഞ പോലെ ഇയ്യോബ് 1-ാം അധ്യായത്തിൽ നെപ്പോളിയനെ പോലെ കാണുന്ന ഈ സാത്താൻ 42-ാം അധ്യായത്തിൽ ശശിയാകുക. കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. 1-ാം അധ്യായത്തിൽ കാണുമ്പോൾ അവനെ ഒരു ഭയങ്കര, ഞാനൊക്കെ ആദ്യമായിട്ട് ആ സത്യം വായിക്കും, ഒരു ഇത്രയും ബ്രില്യൻ ഡെവിലിന് 1-ാം അധ്യായത്തിൽ അവനെ കണ്ട ഭയങ്കര ജ്ഞാനി. 42-ാം അധ്യായത്തിൽ കാട്ടിക്കൂട്ടിയതെല്ലാം അത് പറഞ്ഞ പോലെ ഒന്നും ചെയ്യണ്ടായിരുന്നു. ഒരാട് വെച്ചാണ് ജീവിക്കുക. ഇപ്പൊ 2 ആടും കൊണ്ട് നടക്കുക. ഇനി ഈ ഇരട്ടിയായ അനുഗ്രഹത്തിൽ കൂടെ ഇരട്ടിയായ അനുഗ്രഹം കൂടെ ഇല്ലാതാക്കിയ ദൈവം 4ആയിട്ട് അനുഗ്രഹിക്കാൻ അവനറിയാം. പിന്നെ തൊടത്തില്ല യേശുവിൻ നാമത്തിൽ. കാരണം വീണ്ടും പ്രശ്നം അറിയാൻ ദൈവം അവനെ 4 ഇരട്ടിയാക്കും. പിന്നെ പ്രശ്നം ദൈവം 6 ഇരട്ടിയാക്കും. പിന്നെ ദൈവം 10 ഇരട്ടിയാക്കും. കാരണം ദൈവവേലയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചവൻ തകരാൻ ദൈവം സമ്മതിക്കുകയില്ല. ഇനി ഡേവിഡിന്റെ ലൈഫിലെ ചില ഇടങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിലേക്ക് ചുരുളേ, ഈ ദാവീദിനെ തകർക്കാൻ ദുരാത്മാവ് കയ്യിലെടുത്തത്, നമ്മളൊക്കെ ദാവീദ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഗോലിയാത്ത് ഇങ്ങനെ നടന്നു പോകും. ഏലിയാവ് എന്ന് പറയുമ്പോൾ കാക്ക പറന്നു. അതെ, കാനാവിലെ വീട് എന്ന് പറയുമ്പോൾ വെള്ളം നോക്കും. കാരണം ഓരോരുത്തർക്കും ഒരു ഇല്ല. ദാവീദ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഗോലിയാത്തിന്റെ ദുരാത്മാവിനെ, ഗോലിയാത്ത് മട്ടുമില്ല. ശൗൽ ഓർമ്മ വരും നമുക്കല്ലേ? ശൗൽ ഓർമ്മ. പക്ഷെ ദാവീദിനെ തകർക്കാൻ പിശാച് കയ്യിലെടുത്തത് ശൗലും ഗോലിയാത്ത് മാത്രമല്ല, ദുരാത്മാവ് ആരെയൊക്കെ എടുത്തെന്നറിയാം. ഫസ്റ്റ് എടുത്തതും ആനിമൽസ്. കാട്ടിൻ്റെ ഉള്ളിൽ വെച്ച് ഒതുക്കാൻ നോക്കി. നിന്നെ എവിടെ ഒതുക്കണോ തീരുമാനിക്കുന്നത് ദൈവം, സാത്താനല്ല. ഇരുചെവി അറിയാതെ
ഈ ദാവീദിനെ കൊല്ലാൻ നോക്കി. പക്ഷേ നാട്ടുകാരൊക്കെ അറിയത്ത രീതിയിൽ ഇയാൾ മരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതി. അപ്പം മൃഗങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. പിശാച് നിനക്കൊരു മൃഗത്തെ കാട്ടിനുള്ളിൽ കരുതുമ്പോൾ അതിന് ജയിക്കാനുള്ള അഭിഷേകത്തെ നിനക്ക് വെച്ചിരിക്കും. 1000 ഫെലിസ്തീനെ പിശാച് ഒരുക്കി വെച്ചു. ദൈവം ഒരു കഴുതയുടെ താടിയിൽ മുന്നിൽ വെച്ചു. സിമ്പിൾ. 1000 നട്ടല്ല പിശാച് എടുത്തത്, പക്ഷെ ദൈവം കഴുതയുടെ. മോശയെ കൊല്ലാൻ നോക്ക്, പിശാച് ഒരുക്കിയത് ഒരു നദിയാണ് അല്ലേ? ഒരു നദിയില്ലേ ഒരുക്കിയത്. പക്ഷേ ഫറവോനെ കൊല്ലാൻ ദൈവം ഒരുക്കിയത് ഒരു കടലാണ്. ഇവൻ ഒരുക്കുന്നത് പോലെയല്ല ദൈവം ഒരുക്കുന്നത്. ഇവൻ കടൽ ഒരുക്കുമ്പോൾ ഇവൻ നദി ഒരുക്കുമ്പോൾ ദൈവം എന്ത് ചെയ്തു? ഇത് ഡിഫറെന്റാ. നമ്മൾ കൊല്ലാൻ ശത്രുവിനെ തകർക്കുമ്പോൾ ഇച്ചിരി എവിടെയെങ്കിലും വെച്ചിട്ട് പോകും. പക്ഷെ ദൈവം ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒന്നും വെക്കത്തില്ല, എല്ലാം വേരോടെ പിഴുതെടുത്തെറിയും. അങ്ങനെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ആരാധന കഴിയുമ്പോൾ കാട്ടത്തി മരങ്ങൾ, വൻ പർവ്വതങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെ മുൻപിൽ അത് വേരോടെ പിഴുതെറിയപ്പെടട്ടെ. ദൈവത്തിന്റെ കരവരകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഡേവിഡിനെ തകർക്കാൻ ദുരാത്മാവ് ആദ്യം ഉപയോഗിച്ചത് ആരെയാ? സെക്കൻഡ് ഉപയോഗിച്ചത് പേരൻസാ. அவன் சொல்றான் பைபிள்ல, எங்க அப்பா அம்மா என்ன பள்ளிக்கிழமை அவங்க என்னை பெத்த அம்மா போடா வெளியில் அப்படின்ட்டாங்க. எனக்கு யாரும் இல்லை, ஆனாலும் கடவுள் என்னை சேர்த்துக்கிட்டாரு. അപ്പം അപ്പനും അമ്മയാളും നമുക്ക് എന്ത് ചെയ്യാം? ചില അച്ഛനമ്മമാർ പോലെ നമ്മളെ കണ്ട് പണ്ട് പറഞ്ഞിട്ടില്ലേ, എൻ്റെ വായിച്ചേ തന്നെ ഈ നാശം. നമ്മളേതോ 5 സ്റ്റാർ ഹോട്ടലിൽ നമ്മളെ നോക്കി വെച്ചതുപോലെ ചുരുണ്ട് കിടന്ന് ഉറങ്ങി നമുക്കേ അറിയത്തുള്ളൂ. സംസാരിച്ച് നിൽക്കാൻ അകത്ത് ഒരാളില്ല, ഒരു വെട്ടമില്ല, വെളിച്ചമില്ലാതെ നമ്മൾ ഒരു വയറ്റിൽ 9 മാസം നമ്മൾ അനുഭവിച്ച കഷ്ടം. ഇവർ നമ്മുടെ പേരും പറഞ്ഞ് ഓറഞ്ചും അക്കോടെ ഞാനൊന്നും പറയുന്നില്ല. എന്തിനു പറയാം? നിന്നെ ചുമന്ന് എവിടെ നിന്ന്? ചുമ്മാ കള്ളം. നമ്മുടെ പേര് പറഞ്ഞ് ഇവർ ഫ്രൂട്ട്സ് തിന്ന് വളരെ സന്തോഷത്തോടായിരുന്നു. നമ്മൾ അതിനകത്ത് കിടന്ന് ചുരുണ്ട് ഒളിഞ്ഞ് സംസാരിക്കാൻ ആരില്ല, വെട്ടമില്ല, വെളിച്ചമില്ല, മേശയില്ല, ഇരിക്കാൻ കസേരയില്ല, കാട്ടിലില്ലാതെ മനുഷ്യൻ അവിടെ 9 മാസം നമ്മൾ പെട്ട അനുഭവം നമുക്കും ദൈവത്തിന് മാത്രമേ അറിയൂ. അമ്മമാർ എന്നോട് മിക്കവാറും ഒന്ന് പിണങ്ങും, പാസ്റ്റ് അവസാനം ഞങ്ങളെല്ലാം പാസ്റ്റ്, അത് വേറെ. പ്രൈസല്ലോ. ചിലപ്പോൾ അപ്പനമ്മമാർ പോലും നമ്മൾ എന്ത് ചെയ്യാം? എൻ്റെ അപ്പൻ വീട്ടിൽ ഇറക്കി വിടാൻ നേരത്ത് ഇറങ്ങടാ നായ அப்படின்னாரு. ശരിയപ്പാ அப்படின்னு എല്ലാം പാക്ക് ചെയ്തപ്പോൾ എനിക്ക് അപ്പനോട് ദേഷ്യം. എന്നിരുന്നാലും പോകുന്നു ഇരിക്കട്ടെ. അപ്പൻ്റെ വാച്ച് എല്ലാം കൂടെ എടുത്ത് ഇതിനകത്ത് വെച്ച് ട്രങ്ക് പെട്ടി ഇറങ്ങാൻ എൻ്റെ അപ്പം ചോദിച്ചു വെയിറ്റ്. ഭയങ്കര സന്തോഷം. തിരിച്ചു വിളിക്കാൻ പോവാൻ. എന്താപ്പാ? ഉൻ പേർക്ക് പക്കത്തിലെ ആ ഇൻഷ്യൽ ഇருக்கு, അത് തന്തയില്ലാതെ ജീവിച്ചോണം. 25 വർഷം മുമ്പ് കണ്ടതാ. പ്രൈസല്ലോ. അമ്മയും പറഞ്ഞു നിൽക്കുന്നു. അന്നേരം അമ്മയ്ക്കെങ്കിലും എന്നോട് പിണ്ടം വെക്കട്ടെ. അപ്പോഴേ ഓർത്ത് നിൽക്കാൻ പറഞ്ഞു. എന്തിനാ? ബൈബിളും പറയുന്നത് പെറ്റമ്മ. നീങ്ങളും പാടുവെങ്കിലേ മലയാളത്തിലെ പെറ്റ തള്ള കുഞ്ഞി. പക്ഷെ മലയാളികൾക്ക് അത് പാടാൻ അറിയത്തില്ല. ഞാനേ മലയാളം പാടിക്കൊണ്ടിരിക്കുക. നിങ്ങളെങ്ങനെ പാടുന്നേ? പേറ്റ തള്ള, അങ്ങനെ നിങ്ങൾ പാടുന്നത് ശ്രദ്ധിച്ചറിയാൻ പറ്റും. പേറ്റ, അത് ഏത് പേറ്റയാന്ന് ഒരു പിടുത്തമില്ല. പെറ്റ എടി മതിയടി, ബാക്കി വീട്ടിൽ പോയിട്ട് ചിരിക്കടി. പ്രൈസല്ലോ. അപ്പൊ ശ്രദ്ധിച്ച്, പെറ്റമ്മയും പെറ്റച്ഛനും വളർത്തിയ അച്ഛനും പോലും നമ്മൾ എന്ത് ചെയ്യാം? എൻ്റെ അമ്മായിമ്മ എൻ്റെ അമ്മായിപ്പൻ ഇല്ല. അമ്മായിപ്പൻ ഉപദ്രവിച്ചേക്കാൾ നല്ല ഉപദ്രവം നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ വിട്ടുകൊടുക്കത്തില്ല, അത് വേറെ. അപ്പനും അമ്മയും എന്ത് ചെയ്യാം? പറഞ്ഞാട്ടെ, നമ്മളെ തള്ളിക്കളയാം. മൂന്നാമതായി പിശാച് കയ്യിലെടുത്ത ആരെയാ? ബ്രദർ ആൻഡ് സിസ്റ്റർ, ബ്രദേഴ്സ്. അവന്മാരാ പറയുന്നത്, എന്തിനാടാ ഇവിടെ വന്നേ? ആടൊക്കെ എന്തി? ഇല്ല ചേട്ടാ, ഞാൻ ചോറ് കൊടുക്കാം. ചോറൊക്കെ ഞങ്ങൾ കഴിച്ചോളാം. എന്തിനാ നിൻ്റെ ആട്? പോടാ. മൂത്തവൻ്റെ അടുത്ത് പോയി ഇളയവൻ പറയാം, ഇറങ്ങടാ, നിനക്കൊക്കെ ഇതൊന്നും ചേരത്തില്ലടാ, നിനക്കൊക്കെ ഈ ഗോളം ചേരത്തില്ല. ഞങ്ങളെ നല്ല കായിക അഭ്യാസമാണ്. അവിടെ ഇവിടെ പൊങ്ങിയിരിക്കുന്നുണ്ടോ? അയ്യോ പറയാം, ആടിനെ വെച്ച് അടക്കല്ലേ, എനിക്ക് അവിടെ ഇവിടെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല.
എനിക്ക് ആകെ ഉള്ളത് ഇല്ല, ശമുവേൽ വീട്ടിൽ വന്നിട്ട് ഓർമ്മയുണ്ടല്ലോ അച്ചാച്ചന്മാർക്ക്. ഞാനാന്ന് പത്തനംതിട്ടക്കാരൻ, ഞാനാന്നെങ്കിൽ പറഞ്ഞേനെ, ഡേയ് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, 7 എണ്ണം നിങ്ങളെ മാറ്റി നിർത്തിയിട്ടാ എൻ്റെ തലയിലാ. ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾക്ക് ഇല്ലാത്തത് എൻ്റെ തലേ. രാവിലെ വെള്ളം കോരി കുടിച്ചപ്പോൾ എൻ്റെ തല മുഴുവൻ തൈലമായിരുന്നു, മറക്കരുത്. അതൊന്നും ഇവിടെ കാര്യം പൊടാ വെളിയിൽ. അപ്പോൾ സഹോദരങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? അതുപോലെ പ്രാണസ്നേഹിതൻ. 4-മത്തത് ആരാ? ശിമെയി എന്ന് പറഞ്ഞ അവൻ സ്നേഹിതനാണ്. അവൻ ശപിക്കുന്നുണ്ട്, രക്തപാതക നീജാ, നിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യാം? പ്രാണസ്നേഹിതൻ വരെ എന്താ കുതികാൽ എന്താ சொல்லுவாங்க, 4 പേര്. അത് കഴിഞ്ഞാൽ അടുത്തത് ആരാ? ഗോലിയാത്ത്. ആവശ്യത്തിന് തന്നെ വീട്ടിനകത്തുണ്ട്, വീട്ടിനകത്ത് തന്നെ ആവശ്യത്തിന് തലവേദന. ആക്കീഷ് പറഞ്ഞതുപോലെ, ആക്കീഷ് രാജാവ് പറഞ്ഞു, 100 പ്രാന്തന്മാരുണ്ട്, ഒരെണ്ണം കൂടെ വന്നേക്കുക അല്ലേ? അങ്ങനെ പറഞ്ഞേ. ഇപ്പം ജാതീയനായ ഒരു വ്യക്തി എന്ന് പറയാ, നിന്നെ കൊല്ലും, നിന്നെ അടിക്കും, അവനെ ഇവൻ എന്ത് ചെയ്തു പറഞ്ഞാട്ടെ. അത് കഴിഞ്ഞ ആരാ? ഷൗലിന്റെ പ്രത്യേകം പറഞ്ഞാൽ കണ്ണ് കടിയാ എന്താ അസൂയ. நான் யுஎஸ் கவுன்சில் போயிட்டு என் பேர் 2 பேர் எனக்கு என்னுடைய ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ട് സായിപ്പ് പറഞ്ഞത് യുവർ ഫിനാൻഷ്യൽ സൈഡ് ഈസ്, ഞാൻ പറഞ്ഞു ടെൽ മീ വെരി വെരി ഡേഞ്ചർ. എൻ്റെ സാക്ഷിയെല്ലാം എൻ്റെ അവസ്ഥയെല്ലാം കേട്ടിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്ത് എന്നെ ഒരു ക്യാബിനകത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആൾ എൻ്റെ അടുത്തൊന്ന് പറയുക, അവൻ വന്നത് ബാംഗ്ലൂരിൽ നിന്ന്, നമ്മളെല്ലാം പോക്ക. ഇവൻ വിധി എഴുതി, എന്തുവാ പോക്ക, നമ്മളെല്ലാം പോക്ക. ഞാൻ പറഞ്ഞു നമ്മളല്ല, നീ പോക്കായിരിക്കും, ഞാൻ പോക്കത്തില്ല. യവൻ കുറച്ച് നേരം കൊണ്ട് അവൻ്റെ പാർട്ടിയിൽ, നിമിഷ നേരം കൊണ്ട് എന്നെ അവൻ്റെ പാർട്ടിയിലാക്കി. അവൻ പറഞ്ഞു നമ്മൾ പോക്കാടേ എന്ന്. ഞാൻ പറഞ്ഞു നമ്മളല്ല, നീ. കാരണം നിന്റെ ഉള്ളി കിടക്കുന്നല്ല, എൻ്റെ ഉള്ളി കിടക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പിന്നെയും സായിപ്പ് വിളിച്ചു. അതാ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. സായിപ്പ് വിളിച്ചപ്പോൾ പിന്നെയും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പം മനസ്സിലായി എവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് എന്നെ വിടാതിരിക്കാനുള്ള ആത്മാവ. മനസ്സിലാകുന്നവർക്ക് ഐസോട്ടോ. ഏത് രീതിയിൽ നിന്നെ എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം. ആ ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നതോ, നീ നിന്റെ സാത്താനിന്റെ ഡ്യൂട്ടി നീ ഭംഗിയായി ചെയ്യിക്കുമ്പോ ദൈവത്തിന്റെ ഡ്യൂട്ടി എനിക്ക് ഭംഗിയായി ചെയ്യണ്ടേ? നിന്നെ ഏൽപ്പിച്ച ജോലി സാത്താൻ നിന്നെ ഏൽപ്പിച്ചത് നീ ഭംഗിയായി ചെയ്യുമ്പോ ദൈവം എന്നെ ഏൽപ്പിച്ചത് എനിക്ക് ചെയ്യണ്ടേ? അതാണ് വ്യത്യാസം. നമ്മെ ഓരോരുത്തരെയും ദൈവം ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചിലരെ ഡിസ്കണക്ട് ചെയ്യാൻ, ചിലരെ ബ്ലോക്ക് ചെയ്യാൻ, ചിലരെ ഡിസ്ട്രോയ് ചെയ്യാൻ ദൈവം നമുക്ക് ചിലരെ സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെയും അവൻ ജയിച്ചു. എടുത്തെടുത്തെടുത്ത് പിന്നെ ലാസ്റ്റായിട്ട് പോയി എടുത്തത് തോളിൽ തട്ടി തൂക്കണ அந்த அபிஷாலோம் சொந்த மகன் வந்து நிற்கிறான் டாடி முன்னாடி. മോനെ എന്തോ എന്ന് എങ്ങും പോയില്ലേ? ഡാഡിക്ക് പ്രായമൊക്കെ ആയില്ലേ? ഡാഡിക്ക് പ്രായമൊക്കെ ആയില്ല, നിങ്ങൾ ഇച്ചിരി ഒതുങ്ങിക്കൂടെ? ഡാഡി ഓടി. മകനെ പിടിച്ച് ഡാഡി എന്ത് ചെയ്തു? അതിനു മുമ്പ് പെട്ടെന്ന് ഒരു ആരാധന നടക്കുക. പാവം രാജവസ്ത്രമൊക്കെ ഊരി വെച്ചിട്ട് സാധാരണ ഒരു വസ്ത്രം എടുത്തിട്ടിട്ട് ആ പിള്ളേരുടെ കൂട്ടത്തിൽ എന്ത് ചെയ്തു? ഈ പിള്ളേർ സെറ്റിന്റെ കൂടെ നിന്ന് എന്ത് ചെയ്യുക? അപ്പൊ ഭാര്യ അവിടുന്ന് ഈ പിള്ളേരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യുക? ദൈവത്തെ എന്ത് ചെയ്യുക? അവൻ ഭാര്യ അവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ച മുട്ടുവേദന പറഞ്ഞ് നടന്നതാ. ഇപ്പൊ അങ്ങേരുടെ മുട്ടിന് ഇത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വാ, നീ കാണിച്ചു തരാം. നോക്ക്, നല്ല ഒരു ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോവുക. പോയി വരുമ്പോൾ ഷൂർപ്പനാക നിൽക്കുക. എന്തുവാ ഇയാൾക്ക് നാണമില്ല ആ പിള്ളേരുടെ കൂടെ നിന്ന്? എന്തുവാ? അപ്പൊ ആരാധനയ്ക്ക് എതിരെ സംസാരിക്കുക.
അതിനാരെയാ ഉപയോഗിക്കുന്ന പിശാച്? നിങ്ങളുടെ ഈ കള്ളച്ചിരി ഉണ്ടല്ലോ, അത് എന്തോ ഒരു സത്യത്തെ വെളിപ്പെടുത്തി. അതെനിക്ക് അറിയുന്നില്ല, മലയാളികൾ എനിക്കറിയാം. അപ്പോൾ ഉടനെ ദാവീദ് പറയുന്നത് എന്താ മോളെ, നിന്റെ അപ്പൻ കഴുതയുടെ പുറകെ നടന്ന്, ഞാൻ ആടിൻ്റെ പുറകെ നടന്നു. നിന്റെ അപ്പൻ കഴുതിയെ തേടി ഇറങ്ങിയപ്പോഴാ ദൈവം അവനെ തിരഞ്ഞെടുത്തത്. എന്നെ ഞാൻ കാട്ടിൽ കിടന്നപ്പം എന്നെ രാജാവാക്ക്, എന്നെ രാജാവാക്ക്, എന്നെ രാജാവാക്ക് എന്ന് പറഞ്ഞ് ദാവീദ് പോയതല്ല. എന്നെ രാജാവാക്കാവോ, അതിനുള്ള എല്ലാ അധികം അവസരം നിന്നെ തേടി തേടി കാക്കയെ തേടി. ഏത് കാക്ക? ഏലിയ പറഞ്ഞില്ല. അതായിരിക്കും പടിഞ്ഞാറ് വശം പോകുന്ന ആ കാക്കയുടെ ചുണ്ടി. ഒന്നുമില്ലല്ലോ, നാശം പിടിച്ച കാക്ക. വടക്ക് ദിശ നോക്കി, അവിടെയും കാക്കയില്ല. അവിടെ ഈച്ച പറയാ, എന്നെ നോക്കണ്ട. ഇപ്പുറത്ത് നോക്കി കൊതുക് പറയാ, നീ എന്നിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കണ്ട. ഞാനേ ഒരു ഇല നക്കി. എല്ലാരും നീ കാക്കയെ തേടി നടക്കും. നീ കാക്കയെ എന്ത് ചെയ്യണം? നിന്റെ അടുത്ത് വരുത്തണം. പ്രാവിന്റെ വായിലെ ഒലിവേല നിന്റെ അടുത്ത് നീ വരുത്തണം. നിന്റെ റിസൾട്ട്, നിന്റെ പ്രാർത്ഥനയുടെ ഉപവാസം കഴിഞ്ഞ രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ ഫലം അടുത്ത രാത്രിക്ക് മുമ്പ് വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ നിന്റെ അവസരത്തെ നീ വരുത്തണം. 6 വട്ടം തോറ്റുപോയി ആ ബാല്യക്കാരൻ. 6 വട്ടം തോറ്റുപോയിട്ടും വിടുന്നോ? 7 വട്ടം നോക്കിയപ്പം 3.5 വർഷമായി കേട്ടോ ആ മേഘം ഇസ്രായേലിൽ നിന്ന് മാറിയിട്ട്. ഒരു കാർമേഘം കണ്ടിട്ട് 3.5 വർഷമായി മോളെ. വെള്ളമില്ലാത്ത മേഘം മാത്രം ഇങ്ങനെ പോകും. ഫ്ലൈറ്റിൽ പോയതല്ലേ എല്ലാവരും? 2 തരത്തിലുള്ള മേഘം കണ്ടിട്ടില്ലേ അല്ലേ? താഴെ ഓടുന്ന മേഘമുണ്ട്, ഹോൾഡിലുള്ള മേഘങ്ങളുണ്ട്. കറക്റ്റ് അല്ലേ? ഞാനും ഇപ്രാവശ്യം വന്നപ്പം ഫ്ലൈറ്റ് കടന്ന് എന്ത് ചെയ്യുക, ഇങ്ങനെ ആടുക. ബെൽറ്റ് മുറുക്കുന്ന് ആ പിള്ളേർ വരെ. തൊട്ടടുത്തിരിക്കുന്ന ആളാണെങ്കിൽ ഇവിടുത്തെ ബെൽറ്റ് മുറുക്കിക്കൊണ്ടിരിക്കും. അത് മാർത്താണ്ഡം നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. മാർത്താണ്ഡത്ത് നിന്ന് വന്ന ആളാ പുള്ളി. കറക്റ്റ് ചെയ്തു ഞാൻ. പുള്ളി എനിക്കത് വണ്ടി അത് ഒന്നാമതേ ഫ്ലൈറ്റ് എടുക്കാൻ നേരത്ത് തന്നെ ആ ലേഡീസ് 3 പേര് പറയുക, ഇത് പോകുമ്പോൾ പൊട്ടിപ്പോയാൽ അങ്ങോട്ട് അടിയിൽ നിന്ന്, സീറ്റിൻ്റെ അടിയിൽ നിന്ന് മറ്റേത് എടുക്കണം, ഊതണം. അപ്പോൾ ഈ അടുത്തിരിക്കുന്ന ആൾ പറയും, ഇതെല്ലാം എടുത്തു വരുമ്പോൾ എൻ്റെ കാര്യം സെൻട്രൽ പാസിനെയൊക്കെ വിളിച്ച് ടാർപ്പ കെട്ടേണ്ടി വരും. എൻ്റെ ഭാഷയെ പറയാൻ പുള്ളി പറയും, ഇതെല്ലാം എടുത്തു വരുമ്പോൾ ഞാൻ ഏതെങ്കിലും സ്രാവിനെ അണ്ണാക്കി പോയിരിക്കും. അപ്പം വെള്ളമില്ലാത്ത മേഘം, വെള്ളമുള്ള മേഘം. 3.5 വർഷം ഇല്ലാത്ത മേഘത്തെ ഏലിയാവ് എന്ത് ചെയ്തു? പറഞ്ഞാട്ടെ, പ്രാർത്ഥിച്ച് വരുത്തുകയാ. എവിടെ വരുത്തുക? കർമ്മേലിലേക്ക് വരുത്തുക. യേശുവിന്റെ നാമത്തിൽ നീ ഇരിക്കുന്നിടത്ത് നിന്റെ നന്മ വരണം. അതുവരെ നീ പൊരുതണം, അതുവരെ പ്രാർത്ഥിക്കണം, അതുവരെ ആരാധിക്കണം, അതുവരെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്കെതിരെ എപ്പോഴും ഒരു ആത്മാവ് ചലിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും മറക്കരുത്, നിങ്ങൾക്കെതിരെ എപ്പോഴും ഒരു ആത്മാവ് ചലിച്ചുകൊണ്ടേയിരിക്കും. മോളെത്രയില? 5 മോളെത്രയില? നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് ചിന്തിക്കണ്ട. ഇതെല്ലാം അഭിഷേകം പ്രാപിച്ചവർക്കാ, ഞങ്ങൾക്കൊന്നും ഇല്ല എന്ന് ചിന്തിക്കണ്ട. നിങ്ങൾക്കും കാണും. മക്കളെ കെട്ടിച്ചു വിട്ട് ഇനി സമാധാനം ഇല്ല. നിന്റെ പല്ല് കൊഴിഞ്ഞാലും ആ സാത്താൻ നിന്റെ കൂടെ. Can I help me? Help you? അവൻ ரொம்ப கவனமாக இருப்பான். മൂക്കിൽ പഞ്ഞി വെക്കുന്നവരെയും അവൻ്റെ ഡ്യൂട്ടി അവൻ ചെയ്യും. നിങ്ങളാരും ചിന്തിക്കേണ്ട. ഈ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ വിടുതലായി രാത്രി കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുതിയ പട്ടി, പുതിയ കുട്ടി, പുതിയ വണ്ടി, പുതിയ കമ്പനി, പുതിയ സ്റ്റാഫ്, പുതിയ യൂറോപ്പ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതേ പട്ടി, അതേ കുട്ടി, അതേ CC, അതേ ലോൺ, അതേ മുതലാളി, അതേ പാസ്റ്റർ, അതേ സഹോദരന്മാർ, അതേ ചർച്ച്. അടുത്തിരിക്കുന്നവർക്ക് അവർ തന്നെ അടുത്തൊരു ആവശ്യമില്ല. ഡിഫറെൻ്റ് ഒരുത്തരും. 100% ജയിക്കാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ആത്മനിറവിൽ ഞാൻ പറയാം, ദൂതായിട്ട് പറയാം. ദൈവത്തെ തിരിച്ചറിഞ്ഞ ദാനിയേൽ പ്രാർത്ഥിച്ചോ?
കർത്താവേ, സിംഹത്തിനെ എൻ്റെ മുന്നിൽ കൊണ്ടുവരല്ലേ പറഞ്ഞു. മോശ പറഞ്ഞോ, ചെങ്കടൽ അതുവഴി എന്നെ വിടല്ലേ, അതുവഴി എന്നെ വിടല്ലേ. ഇല്ല, യോഹന്നാനും പറഞ്ഞല്ലോ, എന്നെ പത്മോസ് വിടല്ലേ, മാലി ദ്വീപിലാണെങ്കിൽ പിന്നെ കുഴപ്പം, നല്ല മീനൊക്കെ കിട്ടും, മാലി ദ്വീപിലേക്ക് വിട് കർത്താവ്. പത്മോസെങ്കിൽ പത്മോസ്, വാ പോവാ അങ്ങോട്ട്. ബൈബിളിലെ ഒരു ഭക്തനോ പ്രശ്നം മാറാൻ വേണ്ടി ആരും അങ്ങനെ മാറുന്നെങ്കിൽ അവൻ ഭീരുവാണ്. ഓരോ പ്രശ്നത്തിലാണ് കർത്താവിനെ നമ്മൾ കാണുന്നത്. ഓരോ പ്രശ്നത്തിൽ വരുമ്പോഴാണ് കർത്താവിന്റെ ഡിഫറെന്റ് സ്റ്റൈൽ മിറാക്കിൾ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെന്റ് സ്റ്റൈൽ മിറാക്കിൾ. ഈ വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്യുമോ? ഈ കാര്യത്തിൽ ദൈവം ഇറങ്ങി വരുമോ? അവൻ തീച്ചുളയിൽ ഇറങ്ങി വരുമോ? മരുഭൂമിയിൽ ഇറങ്ങി വരുമോ? കാരാഗ്രഹത്തിന്റെ അടിത്തട്ടിൽ ഇറങ്ങി വരുമോ? കല്ലറയ്ക്കുള്ളിൽ വെളിപ്പെടുമോ? അവൻ തീവിനകത്ത് ഇറങ്ങി വരുമോ? ഓരോ പ്രതികൂലം വരുമ്പോഴാണ് നിന്റെ കർത്താവിന്റെ വെളിപ്പാട്, ദൈവത്തെ കുറിച്ചുള്ള റെവലേഷൻ ദൈവാത്മാവിൽ നീ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓരോ പ്രശ്നം വരുന്തോറുമാണ് ദൈവത്തെ നീ കാണാൻ തുടങ്ങുന്നത്. തീച്ചുള്ളിൽ ഇറങ്ങി, 3 പേർ തീച്ചുള്ളിൽ യേശു ഇറങ്ങി എന്ന് പറയാൻ മിടുക്ക. അത് കയ്യതട്ടാ. സിംഹഗുഹയിൽ നിന്ന് കർത്താവിനെ കാണണമെങ്കിൽ അതിനകത്ത് കയറണം. കർത്താവിനെ കാണണം. എവിടെ കയറണം? തീച്ചുളയ്ക്ക്. നമ്മൾ എന്ത് ചെയ്യും? തീയണയട്ടെ, തീയണയട്ടെ, ദുരാത്മാവിന്റെ ബന്ധനമേ അണിഞ്ഞു പോ, ദുഷ്ട പിശാച്, എനിക്ക് നിന്നെ കാണണ്ട. അവിടെ ഇരിക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ. അഗ്നി നിന്നെ ഒന്നും. വെള്ളം, വെള്ളം. 2 ശരീരമാ അല്ലെ? ശത്രുക്ക് മേശക് അബേദ്നെഗോ ഒക്കെ ഉള്ള ഒരു ശരീരം തന്നെയാണ് ബാബേലുള്ളവർക്കോ. ഇവർ 2 പേരെയും എടുത്തിട്ടപ്പോൾ മറ്റേവരെല്ലാം ചില്ലി ചിക്കൻ, അൽഫാം, ഒമാൻ മന്തി, കുഴിമന്തി ആ പരുവായപ്പോൾ ഇവർ 3 പേര് അതിനകത്തിരുന്ന് എന്ത് ചെയ്യാ? അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല, അഗ്നിയിൽ. അങ്ങനെ ആ പാട്ട് അന്ന് ഈ പാട്ടില്ല. അത് ദൈവത്തെ ആരാധിച്ചപ്പോൾ 4മത്തവനായി. ദൈവത്തെ നീ മാത്രമല്ല പ്രശ്നത്തിൽ കണ്ടത്, നിന്നെ പ്രശ്നത്തിലാക്കിയവനും കാണുക. കറക്റ്റ്, കറക്റ്റ് അല്ലേ? നിന്നെ കുടുക്കിയവനും കൂടെ കാണുക. പ്രശ്നത്തെ കൊണ്ടുപോയിട്ട് നിന്നെ കുടുക്കിട്ട് അവൻ കാണുക. അവനെ കുടുക്കുകയും ഇവന്റെ ദൈവം താണ്ട് നിൽക്കുന്നു. ഒരു സാക്ഷ്യം പറഞ്ഞ് നിർത്തുക. കരള് കരിയുന്ന മണം വരുന്നത് അതുകൊണ്ടാണ്, വിശപ്പിൻ്റെ. നിർത്താൻ പോവാ. എൻ്റെ അപ്പൻ ഈ ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് വീട്ടിലും കാണുമല്ലോ ഈ കൺസൾട്ടിങ്. എൻ്റെ അപ്പ നല്ല മേൽശാന്തി, നല്ല വീട്ടിൽ എന്തുണ്ട് അത്യാവശ്യം കബഡിയൊക്കെ നിരത്തി ഒന്ന് കാര്യങ്ങളൊക്കെ പറയും. രോഹിണി ആശുപത്രി നോക്കി പറയും. നാളെ അമ്മ കണ്ട പുളിയ കാലം എല്ലാം പറയും. പുള്ളിയുടെ കാലം ഒടിഞ്ഞ കാലം പുള്ളി നോക്കിയില്ല. പുള്ളി വല്ലവൻ്റെ കാലം ഒടിയുന്ന കാലം കൃത്യമായി പറയും. സ്വയം വെളിപ്പാടില്ല, മറ്റുള്ളവരെ കുറിച്ച് വെളിപ്പാട് ഇഷ്ടം പോലെ. അപ്പോൾ എൻ്റെ 6ാമത്തെ ക്ലാസ് ഞാൻ പഠിക്കുക. അപ്പോൾ തമിഴ്നാട് ശ്രീപെരുമ്പത്തൂരിൽ ചിന്ന വയസ്സിൽ എൻ്റെ പാപ്പ ഒരു മലയാളി ചേട്ടൻ വരും. പുള്ളിക്ക് ചായക്കടയുണ്ട്. ഒരു ചെങ്ങന്നൂർക്കാരനാണ്, പാണ്ടനാട്. അയാളുടെ കടയുടെ തൊട്ട് മുന്നിൽ വേറൊരു ചെങ്ങന്നൂർക്കാരൻ ചായക്കട ഇട്ടിട്ടുണ്ട്. അത് ആലാക്കാരനാണ്. സംഭവം എന്താ വെച്ചാൽ, ഇയാൾ 7 രൂപയ്ക്ക് ചായ വിൽക്കുമ്പോൾ അയാൾ 6.5 രൂപയ്ക്ക് വിൽക്കും. 5 രൂപയ്ക്ക് പരിപ്പോട വിൽക്കുമ്പോൾ അയാൾ 4 രൂപയ്ക്ക് വിൽക്കും. അപ്പം അയാളെ പൂട്ടണം. അപ്പം എൻ്റെ കുഞ്ഞു പ്രായം മുതൽ ഇയാൾ എവിടെ വരും? ഞങ്ങളുടെ വീട്ടിൽ വരും. ഇയാൾ ഹിന്ദുവും അയാൾ ക്രിസ്ത്യനാണ്. അയാൾ ഇവര് അവൻ എപ്പടിയാത് ഒതുക്കിത്താ താങ്ക മുടിയില അന്ത നായോടെ തൊള്ള. എൻ്റെ അപ്പനാണ് എന്ത് ചെയ്യുന്നറിയാമോ? നീ പോയിട്ട് 2 ഗ്രാമിൻ്റെ സർപ്പം, സ്വർണ്ണ സർപ്പം ഉണ്ടാക്കിക്കൊണ്ട് വാ, എല്ലാം ഞാൻ ശരിയാക്കി തരാം. മിണ്ടാതെ വാ, മിണ്ടാതെ പോ. ഈ ശിക്കാരി ശംഭു ഈ മനുഷ്യൻ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുത്തു. ആർക്ക് ലാഭം? പറഞ്ഞാട്ടെ. എൻ്റെ 10ാം ക്ലാസ്സിലായപ്പോൾ ഈ മനുഷ്യൻ വരുക. ഞാൻ அப்பா கிட்ட சொன்னேன், அப்பா അയാൾ ഇവളോ നാൾ നമ്മ പിന്നാടിയെ വരാറ്, നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ. ഉടനെ എൻ്റെ അപ്പം പറഞ്ഞ വാക്കേതറിയാം,
യവനെ വെച്ചാ നിന്നെ 10ാം ക്ലാസ് വരെ പഠിച്ചത്, ഇനി നിന്നെ +2 കയറ്റണം. ഒന്നും சொல்லணும். പക്ഷെ എൻ്റെ വാക്ക് അപ്പൻ്റെ ഹൃദയത്തിൽ ഉരുത്തലായി. ശത്രു സംഹാര പൂജ അറിയാമല്ലോ, അവർക്ക് ഏറ്റവും അവസാനത്തെ ഒരടവ. അപ്പോൾ അയാൾ വിളിച്ച് പറഞ്ഞു, ശത്രു സംഹാര പൂജ ഒരു രാത്രി മൊത്തം ഇരിക്കണം, 35,000 രൂപ, കളം മറയ്ക്കണം, കളമൊക്കെ വരച്ച് ആ കടയുടെ മുന്നിൽ നിന്ന് മണ്ണൊക്കെ കൊണ്ടുവന്നു. ശത്രു സംഹാര പൂജ രാത്രി മൊത്തം കിടന്ന് ഐസ്ക്രീം ഹോം ക്രീമൊക്കെ പറഞ്ഞ് പുള്ളി പൂട്ടേണ്ട എല്ലാ മന്ത്രോച്ചാരണങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇയാളെയും വരുത്തി രാത്രി ഇയാൾ ഇരുട്ടത്ത് പകൽ മൊത്തം ചായയും അടയും ഉണ്ടാക്കി ക്ഷീണം കൊണ്ട് ഉറങ്ങിയിരിക്കും. നമ്മൾ ഈ നൈറ്റ് പ്രെയറിന് വരുന്ന ചിലരുണ്ടല്ലോ, വീട്ടിൽ നിന്ന് സ്പ്രേ ഒക്കെ അടിച്ച് ഇവിടെ വന്നിട്ട് ആമേൻ വീട്ടിൽ നിന്ന് വരും. എന്തിനാ? നൈറ്റ് പ്രെയറാണ്. കുട്ടിക്കുര പൗഡറൊക്കെ അടിച്ച് വന്നിട്ട് ഒരു മൂലയിൽ നിന്ന് എന്ത് ചെയ്യും? എൻ്റെ പ്രിയൻ എനിക്ക് ഉറക്കത്തെ കൊടുക്കുന്നു. അവർക്കും കാണും ഒരു വചനം. അവസാനം എൻ്റെ അപ്പം പറഞ്ഞൊരു വാക്കുണ്ട്, അവൻ പേരെന്നാ? അവൻ പേര് ക്രിസ്റ്റഫർ. ക്രിസ്റ്റഫറാ? ക്രിസ്ത്യൻസാ? ആമാ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവൻ ക്രിസ്ത്യാനിയാണെന്ന് എൻ്റെ അപ്പൻ ഇന്നറിഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ക്രിസ്റ്റഫർ. ആമാ. ക്രിസ്ത്യൻസിലെ എന്താ ജാതി அப்படின்னு. അപ്പോൾ അയാൾക്ക് അറിയത്തില്ല. അപ്പോൾ അയാൾ പറഞ്ഞു എന്താ ജാതി? அவர் சிலுவை போடுவாங்களா? இல்லை, കയ്യെ மட்டுം இப்படி കളബള சொல்லுவாங்க. അപ്പോൾ എൻ്റെ അപ്പൻ പറഞ്ഞു, ശബ്ദം കൊണ്ട് ആരാധിക്കുന്നവരാണോ? അയാൾ പറഞ്ഞു ആമാ ആമാ, சத்தம் பயங்கரமா இருக்கும், ஒண்ணுமே முடியாது, ഒന്നും മുടിയാതെ. അതിനകത്ത് വ്യാപരിക്കുന്ന ശബ്ദമാണ്. ഒരുവൻ എന്നിലും എന്റെ വചനം എന്റെ ശബ്ദം അവനിലും ഇരുന്നാൽ ദൈവത്തിന്റെ ശബ്ദമുള്ളവനെ, ദൈവത്തിന്റെ ശബ്ദം ചുമക്കുന്നവനെ, ദൈവത്തിന്റെ ശബ്ദത്തിൽ വാഴുന്നവനെ, ദൈവത്തിന്റെ ശബ്ദത്തിന്റെ കീഴിലുള്ളവൻ, അത്യുന്നതന്റെ ശക്തിയുടെ മറവിൽ ഇരിക്കുന്നവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശബ്ദത്തിന്റെ കീഴിലുള്ളവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്ന് ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞു, ക്രിസ്ത്യൻസിനെ കുറിച്ച് ആദ്യം ഞാൻ പഠിച്ചത്, ഞങ്ങൾ ഈ വൈകുന്നേരം സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെ 1.5-3.5 ലക്ഷം മുടക്കി കഷ്ടപ്പെട്ട് ഉറക്കളച്ച് ഞങ്ങൾ 2 ലക്ഷമൊക്കെ ഇട്ട് ചെമ്പരത്തി പൂവും തെറ്റിപ്പൂവും ഉള്ള എല്ലാ പൂവും വെച്ച് നിങ്ങൾക്കെതിരെ പണി തരുമ്പോൾ, 1 ലക്ഷത്തിൻ്റെ പണി ഞങ്ങൾ നിങ്ങൾക്ക് തരുമ്പോൾ ഒരു ചെലവില്ലാതെ നിങ്ങൾ ചർച്ചയിൽ വന്ന് ഒരു സ്വോത്രം പറഞ്ഞ് അഴിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? ഒരു ചെലവില്ല. കളവ് മറയ്ക്കണ്ട. നിങ്ങളിവിടെ വന്നിട്ട് എന്ത് ചെയ്യുക? പരിശുദ്ധാത്മാ നിറഞ്ഞ വചനം കേട്ട് ആമയും പറഞ്ഞ് അഴിച്ചിട്ട് നിസ്സാരമാണ്. ഇത് അറിയാത്ത ചില നമ്മുടെ ഇടയിൽ ആളുകൾ ആ സ്റ്റാൻഡ് വിട്ട് എന്ത് ചെയ്യത്തില്ല. പുരിയുതാ உங்களுக்கு? നിങ്ങളുടെ അകത്തെ ശബ്ദത്തെ ശത്രുവിന് പേടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മുടെ പാരമ്പര്യ സഭയുടെ പ്രത്യേകത എന്താ? എല്ലാവരും വന്ന് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ദുംബിക്കായി പോകുന്ന പോലെ ഹല്ലേലൂയ മുടിഞ്ഞു പോശ് പാമ്പാടി രാജൻ ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ. കാരണം എന്താ? ഇതിന്റെ സെക്കറിയാവിന്റെ വായ കെട്ടിയതുപോലെ ദൈവം ഒരു കെട്ടങ്ങ് വെച്ചിട്ടുണ്ട്. ഇത് വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് അവർ ആരാധിക്ക
അത് കഴിഞ്ഞ് മൂന്നാമത്തെ പുനലൂർ വണ്ടിക്ക് ഞാൻ പോകത്തുള്ളൂ. പുകയേണ്ടത് ഇനിയും പുകയണം, നിനക്ക് പുകയണം. മൂന്നാമത്തെ പുനലൂർ വണ്ടിക്ക് പോകാനാ നിയോഗം. ഞാനാരാ? നിയോഗം. ഞാൻ പറയാ പിന്നെ പുള്ളി 2 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക? തെയ്യം കളിക്കുക. നമ്മളെ തെയ്യം കളിയുടെ ആശാന എൻ്റെ മുന്നിൽ നിന്ന് തെയ്യം കളിക്കും. കഴിഞ്ഞ ഉടനെ ചോദിച്ചു, അച്ഛാ ഇത് ചെയ്ത് തെറ്റല്ലെന്ന് പറഞ്ഞു. പുള്ളി ഒരു വചനം പറഞ്ഞു, എനിക്ക് ഒരു വചനം പറഞ്ഞു. അവൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി. സങ്കീർത്തനം 19 അധ്യായം. അപ്പൊ എല്ലാവർക്കും എന്തുണ്ട്? ആരാധന എന്ന് വരുമ്പോൾ, പ്രാർത്ഥന എന്ന് വരുമ്പോൾ, ദൈവത്തെ പാടി സ്തുതിക്കുക എന്ന് വരുമ്പോൾ അവിടെ ന്യായത്തിന് വേണ്ടി ഒരു വചനം എടുക്കരുത്. അവിടെ ഫ്രീഡമാണ്. വന്നിരിക്കുന്നത് എവിടെയാ? രാജസന്നിധിയില. അവിടെ ഡോക്ടറല്ല, ദരിദ്രനല്ല, പണക്കാരനല്ല, നാം എല്ലാവരും ഒരുപോലെയാണ്. ആപാലവൃത്തം ജനം ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ കരമിറങ്ങുകയാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കും. ഈ ദൈവസഭയെ ഏൽപ്പിക്കുന്ന 7 കാര്യങ്ങൾ എന്തെന്നാൽ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, കണ്ണുകൾ അടച്ച് പ്രവചനം കേട്ടാട്ടെ. ഇയ്യോബ് പ്രവചന പുസ്തകം 5-ാം അധ്യായം 19-ാം വാക്യം. 6 കഷ്ടത്തിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേലും തിന്മ നിന്നെ. സെപ്റ്റംബർ 24, ഹഗ്ഗായി 2:18. ഈ വചനം ഒന്ന് നോട്ട് ചെയ്തേക്കണം ആരെങ്കിലും. സഭയോടുള്ള ദൂത്, ജനത്തോടുള്ള ദൂത്. സെപ്റ്റംബർ 24, 9-ാം മാസം 24-ാം തീയതി. അതങ്ങനെ തന്നെയോ ആരെങ്കിലും ഒന്ന് ശോധന ചെയ്യണം വേഗത്തിൽ. ഹഗ്ഗായി 2:18 ഇപ്രകാരം പറയും, നിങ്ങൾ ഇങ്ങോട്ട് മുന്നോട്ട് ദൃഷ്ടി വയ്ക്കുവിൻ. 9-ാം മാസം 24-ാം തീയതി. അങ്ങനെയെങ്കിൽ വരുന്ന സെപ്റ്റംബർ 24-ാം തീയതിക്കുള്ളിൽ നടക്കാൻ പോകുന്ന 7 കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഈ സഭയോട് പ്രവചിക്കുന്നു. ഒന്നാമത്തെ പ്രവചനം ഇതാണ്. ഈ ആരാധന കഴിയുമ്പോൾ നിങ്ങൾക്ക് വിരുദ്ധമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് പ്രസൻസ്, ബ്ലാക്ക് സ്പിരിറ്റ്, യേശുവിന്റെ നാമത്തിൽ അതിനെ ദൈവം ഡിസ്ട്രോയിഡ് ചെയ്യാൻ പോവുകയാണ്. അതിനെ ബന്ധിച്ച് മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഡെവിളിന്റെ സ്പിരിറ്റ് നിങ്ങളെ തളർത്തുന്ന, നിരാശപ്പെടുത്തുന്ന, നിങ്ങൾക്ക് വിരുദ്ധമായി ചലിക്കുന്ന ഡെവിൾ സ്പിരിറ്റിന്റെ പ്രസൻസിനെ ദൈവം ബ്രേക്ക് ചെയ്യാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പറഞ്ഞാട്ടെ, അതങ്ങനെ സംഭവിക്കട്ടെ. രണ്ടാമതായി ദൈവാത്മാവ് പ്രവചിക്കുന്നു, വർഷങ്ങളോളമുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴാൻ പോകുന്നു. വീണ്ടും ആവർത്തിക്കും, വർഷങ്ങളോളമുള്ള ബന്ധനം അഴിഞ്ഞു വീഴാൻ പോകുന്നു. 25 വർഷം മക്കളില്ലാത്തവന് മക്കളെ കിട്ടി. 38 വർഷം നടക്കാത്തവൻ ചാടി നടന്നു. 40 വർഷം മുടന്തനായിരുന്നവൻ 41-ാം വയസ്സിൽ ചാടി നടന്നു. 18 വർഷം കൂനിയായിരുന്നവളുടെ ബന്ധനം ദൈവത്തിന്റെ ആത്മാവ് അഴിച്ചു. അങ്ങനെയെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വർഷങ്ങളോളം അലട്ടിക്കൊണ്ടിരിക്കുന്ന ബന്ധനങ്ങൾ, പ്രോപ്പർട്ടി സംബന്ധമായ, ആരോഗ്യ മേഖലയിൽ, ജോലി മേഖലയിൽ വെളിപ്പെടുന്ന പൈശാചികമായ തടസ്സങ്ങൾ, മാനുഷികമായ തടസ്സങ്ങൾ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ കരങ്ങൾ തട്ടി പരിശുദ്ധാത്മാവിന്റെ നിലവിൽ പറയുന്നു, അതിന്മേൽ പൂർണ്ണ ജയമെടുക്കുകയാണ്. പൂർണ്ണ ജയമെടുക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ആത്മാവ് എനിക്ക് തരുന്ന മൂന്നാമത്തെ പ്രവചനം, ഈ ആരാധന കഴിഞ്ഞ സെപ്റ്റംബർ 24-ാം തീയതിക്കുള്ളിൽ കർത്താവിന്റെ ആശ, ഇത്രയും നേരമായിട്ടും എനിക്ക് ഒന്നും നടന്നു, ഒരു ജോലി കിട്ടുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും ഒരു ജോലി റെഡിയാവുന്നില്ല. എൻ്റെ കാലാവധി തീർന്നു വരുന്നു. ഭാവിയെ ഓർത്ത് ഭയപ്പെടുന്നവർ സന്തോഷിക്കാൻ പോവുക. ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ഭാവിയെ ഓർത്ത്, നാളെ വരാൻ പോകുന്ന ദുഃഖത്തെ കണ്ട് ഭാരപ്പെടുന്നവർ, അവർക്ക് സന്തോഷത്തിന്റെ വാക്ക് അടുത്ത ഞായറാഴ്ചക്കുള്ളിൽ ദൈവം തരാൻ പോവുക. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. നാലാമത്തതായി ദൈവാത്മാവ് എന്നോട് ഇപ്രകാരം പ്രവചിക്കുന്ന, ഈ ആരാധന കഴിഞ്ഞ് ഈ സഭയിൽ കടന്നു വന്നിരിക്കുന്ന, ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെയും തെക്ക് ദേശവുമായി ബന്ധപ്പെട്ട്, ഞാൻ പറയുന്നത് ഇത് വടക്കാണ്, ഈ ആരാധന തെക്കിലെ ബന്ധനങ്ങളെ അഴിക്കും. ഞാൻ ആത്മാവിൽ നിറഞ്ഞു പറയുകയാണ്, ഈ ആരാധന തെക്കിലുള്ള ബന്ധനങ്ങൾ അഴിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജന്മദേശത്തിലുള്ള ബന്ധനം, നിങ്ങളെ ജനിച്ചവരുടെ മേലുള്ള ബന്ധനം, നിന്റെ രക്തബന്ധങ്ങളുടെ മേലുള്ള ബന്ധനം, നിന്റെ കൂടപ്പിറപ്പുകളുടെ മേലുള്ള ബന്ധനം, അവരുടെ സന്തതികൾ മേലുള്ള ബന്ധനം ദൈവത്തിന്റെ ആത്മാവ് അഴിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞാട്ടെ, തെക്ക് തടുത്തു വെക്കരുത്. യേശു
യേശുവിന്റെ നാമത്തിൽ തെക്കേ തടുത്തു വെക്കരുത്. ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞ ശത്രുവിനെ മീഖാവേൽ ഛേദിച്ചുവെങ്കിൽ ഇന്ന് കാലത്ത് മീഖാവേലിന്റെ ആവശ്യം നമുക്കില്ല. നമ്മുടെ മേൽ ദൈവത്തിന്റെ വചനമുണ്ട്, നമ്മുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ട്. നമ്മുടെ നാവിൽ നിന്ന് വചനം പുറപ്പെടട്ടെ. അഞ്ചാമത്തെ പ്രവചനം, ദൈവം എന്നെ കാണിക്കുന്ന അഞ്ചാമത്തെ പ്രവചനം. ഈ ആരാധന കഴിയുന്ന ഞാൻ എൻ്റെ ജനത്തിനെ തളിർപ്പിക്കും. എൻ്റെ ആത്മാവിനെ ഞാൻ കുഞ്ഞുങ്ങളുടെ മേൽ പകരും. എൻ്റെ ആത്മാവിനെ ഞാൻ യൗവനക്കാരുടെ മേൽ പകരും. എൻ്റെ ആത്മാവിനെ കുടുംബജീവിതം നയിക്കുന്നവരുടെ മേൽ പകരും. എൻ്റെ ആത്മാവിനെ ഹല്ലേലൂയ എൻ്റെ ദാസന്മാരുടെ മേൽ ഞാൻ പകരാൻ പോവുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ ആത്മാവിനെ എളിയവരോട് സത്വർത്തമാനം പറയുവാൻ, എളിയവരോട് സുവിശേഷം പറയുവാൻ എൻ്റെ ആത്മാവിനെ എൻ്റെ ജനത്തിന്മേൽ ഞാൻ പകരാൻ പോവുകയാണ്. ഈ സഭയെ ഓർത്ത് ജനം പറയും ഇവിടെ ആത്മാവുണ്ടെന്ന്. ഇവിടെ പാസ്റ്റർ വിശ്വാസി എന്നല്ല പറയാൻ പോകുന്നത്, അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ടെന്ന്. ഈ വർഷം തീരും മുമ്പേ ഇവിടെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ഇവിടെ പരിശുദ്ധാത്മാവ് സൗഖ്യദായകനായി വെളിപ്പെടുന്നു. ഇവിടെ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ജാതികൾ പോലും പറയുന്ന മുൻപ് അവൻ ജാതികൾ പോലും പറയാൻ പോവുകയാണ്. യോസേപ്പിന്റെ മേൽ ദൈവാത്മാവുണ്ടെന്ന്, ദാനിയേലിന്റെ മേൽ ദൈവാത്മാവുണ്ടെന്ന് ജാതികൾ പറഞ്ഞതുപോലെ അവ ഈ സഭയെ കുറിച്ച് ദൈവ മക്കൾ അവരെ സന്തോഷിക്കട്ടെ. ജാതികൾ വിളിച്ചു പറയും ഇവിടെ ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ദൈവാത്മാവ് ആവർത്തിക്കുന്നു അഞ്ചാമതായി രോഗബന്ധനങ്ങൾ. ആരും അലക്ഷ്യമായിരിക്കല്ലേ. രോഗബന്ധനങ്ങൾ. ഈ ആരാധന കഴിഞ്ഞ് കട്ടളപ്പടിയിൽ നീ വെളിയിൽ കാല് വെക്കും മുമ്പ് നിന്റെ സ്കിൻ അലർജി, ബോൺ പെയിൻ യേശുവിൻ നാമത്തിൽ നിന്റെ കേൾവിയിൽ, നിന്റെ കാഴ്ചയിൽ, നിന്റെ തല മുതൽ പാദ വരെ നിന്നെയും നിന്റെ സന്തതിയെയും അലട്ടുന്ന, നിന്റെ നന്മയെ ചോർത്തുന്ന, നിന്റെ അഭിഷേകത്തെ ചോർത്തുന്ന, നിന്നെ ദുർബലപ്പെടുത്തുന്ന, നിന്നെ ക്ഷീണിപ്പിക്കുന്ന, നിന്നെ ദുർബലപ്പെടുത്തുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ആറാമത്തതായി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആറാമത്തതായിട്ട് എല്ലാ കണ്ണുകളും അടച്ച ആറാമത്തെ പ്രവചനം. ഈ വർഷം തീരും മുമ്പ് ചിലരുടെ ജീവിതം പത്രോസിന്റെ പടക് പോലെയാവും. പാസ്റ്റർ അതെന്താ ഒന്ന് വ്യാഖ്യാനിച്ചിട്ടാ. ഞാൻ ആത്മാവ് എന്നെ വെളിപ്പെടുത്തി ഇങ്ങനെയാ. പത്രോസിന്റെ പടക് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എന്താ ചെയ്തത്? യേശുവിന്റെ നാമത്തിൽ ആമേൻ. ചിലരുടെ ജീവിതം പത്രോസിന്റെ പടകായി മാറാൻ പോവുകയാണ്. കാരണം അവർക്ക് വേണ്ടിയല്ല, അവർ മുഖാന്തരം, നിങ്ങൾ മുഖാന്തരം, നിങ്ങളുടെ അടുത്തിരുന്ന് ആരാധിക്കുന്നവർ, നിങ്ങളുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, നിന്റെ അടുത്തിരുന്ന് സാക്ഷ്യം പറയുന്നവർ, നിന്റെ അടുത്തിരുന്ന് കരയുന്നവർ, അവൻ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറാൻ പോവുകയോ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച ഈ 6 പ്രവചനങ്ങൾ നിങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. പരസ്പരം നിങ്ങളുടെ വലതുകരം തോളിൽ വെച്ചാട്ടെ. ഓരോ